ഇനി നമ്മളൊരു മാൻ ഈസ് എ ടെറിഫിക് ഡ്രീമർ എന്നാണ് പറയുന്നത്. നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജീവിയാണ്. പക്ഷെ സ്വപ്നം കാണുമ്പോഴും ആലോചിച്ച് നോക്കുക, നമ്മൾ യു ഹാവ് ടു ഗ്രൗണ്ട് യുവർ ഫീറ്റ്, കാല് നിലത്തുറക്കണം. കാര്യം വെച്ചാൽ നമ്മൾ ഞങ്ങളുടെ കൊച്ചുനാളൊക്കെ പറയും, നിങ്ങൾ എത്ര മേളിൽ പോയാലും സമ്മാനം വാങ്ങിക്കാൻ താഴെ വന്നേ പറ്റൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കുന്ന ആൾ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോഴും ഭാവനകളുടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോഴും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പിടിയുണ്ടല്ലോ, അത് വിടാൻ പാടില്ല. പലപ്പോഴും സയൻസ് സംസാരിക്കുന്നത് സാഹിത്യത്തെക്കാൾ വലിയ രസകരമായ കാര്യങ്ങളാണ്. ഡാർവിൻ തന്നെ ഒരിക്കൽ ഇക്വിന്യൂമിനിഡേ എന്ന് പറയുന്ന ഒരു ജീവിയെക്കുറിച്ച്, ഒരു വാസ്പാണ്, ഒരു കടന്നലിനെ കുറിച്ച് ഡാർവിൻ പറയുന്നുണ്ട്. ആ കടന്നലിന് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു പുൽച്ചാടി, ഒരു കാറ്റർപില്ലറിലാണ് മുട്ടകൾ ഇടുന്നത്. മുട്ടകൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് ലാർവ പരുവത്തിലായി വീണ്ടും ആ കടന്നലാകുന്നത് വരെ ആ കാറ്റർപില്ലർ അവിടെ തന്നെ കിടക്കാനായിട്ട് ഇവൻ ഒരു അനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ടോക്സിക് ഇഞ്ചക്ഷൻ അതിൻ്റെ സിരകളിൽ കുത്തിവെക്കും. അതായത് അടുത്ത തലമുറ ഉണ്ടാക്കാനായിട്ട് എവിടെയാണോ മുട്ടയിടുന്നത്, മുട്ടയിടുന്ന ജീവിയെ തളർത്തി കിടത്തുകയാണ് ഇക്വിന്യൂമിനിഡേ ചെയ്യുന്നത്. ഇനി തളർത്തി കിടത്തുക മാത്രമല്ല, ഈ മുട്ടയിട്ടതിന് ശേഷം ഈ മുട്ട വളർന്ന് ലാർവ ആകുമ്പോൾ ആ ലാർവയുടെ ഓരോ ഘട്ടത്തിലും ആഹാരം ആവശ്യമുണ്ട്. അത് അഴുകിയ മാംസമാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ തളർത്തിയിട്ടിരിക്കുന്നത്. ഈ കാറ്റർപില്ലറിന്റെ, ഈ പുൽച്ചാടിയുടെ ശരീരം തന്നെയാണ് ഈ ലാർവകൾ തിന്നുന്നത്. ഏത് ക്രമത്തിലാണെന്നുള്ളത് അതിലും രസമാണ്. ആദ്യം തുട, മുഖം, കൈ, കാല്, ഈ ഭാഗത്തെ മാംസമായിരിക്കും ലാർവ തിന്നുന്നത്. ഹൃദയം, ശ്വാസകോശം, വൃക്കകളൊക്കെ തൊടാതെ വെച്ചേക്കും. അരെ അത് തൊട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് ചത്തു പോകുമല്ലോ. ചത്തു കഴിഞ്ഞാൽ മാംസം അഴുകി പോകുമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും അവസാനമാണ് ഹൃദയവും തലച്ചോറും ഒക്കെ തിന്നുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ലാർവ അത് വളർന്ന് കടന്നലായിട്ട് പറന്നു പോകുന്നത്. അപ്പോൾ ഇക്വിന്യൂമിനിഡേ കുറിച്ച് ഡാർവിൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഒരു അടുത്ത ജന്മം ഉണ്ടാക്കാനായി, അടുത്ത തലമുറ ഉണ്ടാക്കാനായി ഇത്ര ക്രൂരമായ, നിന്ദ്യമായ ഒരു പ്രജനന രീതി എന്തിനാണ്? അദ്ദേഹം ദ മൈൻഡ്ലെസ് ക്രൂവൽറ്റി ഓഫ് നേച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം ബാക്ടീരിയകൾ സ്വയം ഇരട്ടിക്കുകയാണ്, ആരെയും ദ്രോഹിക്കുന്നില്ല. അടുത്ത തലമുറ ഉണ്ടാക്കാനായി മറ്റൊരു ജീവിയെ കൂടി ആജീവനാന്തം തളർത്തിയിടുന്ന ഒരു പ്രജനന രീതി. ഇത് നാച്ചുറൽ സെലക്ഷനിലൂടെ മാത്രമേ വരൂ. ഇത് പരിണാമം എന്ന് പറയുന്ന അന്ധമായ, ലക്ഷ്യമില്ലാത്ത, ടാർഗറ്റ് ഇല്ലാത്ത ഒരു പ്രോസസ്സിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ. ഇത് ആരെങ്കിലും നോക്കിക്കാണാനുണ്ടെങ്കിൽ ഒരിക്കലും ഇത്ര മോശമായ, ഇത്ര നികൃഷ്ടമായ ഒരു പ്രജനന രീതി വരില്ല. ഡാർവിനൊക്കെ വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് പ്രകൃതിയിലേക്ക് മാത്രം നോക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഭയങ്കര, അദ്ദേഹത്തിൻ്റെ അറിയാം, ഭാര്യയൊക്കെ ഭയങ്കര. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ നോക്കുക, സയൻസ് നമുക്ക് തരുന്ന ചില ഇതേ കണക്കുള്ള ചില സാധനങ്ങൾ, തിരിച്ചറിവുകൾ എന്ന് വെച്ചാൽ വളരെ റിയലാണ്. ഞാൻ പലപ്പോഴും സാഹിത്യമൊക്കെ വായിക്കുന്നത് തീരെ കുറവാണ് ഇപ്പോൾ. കാര്യം ഞാൻ വെച്ചാൽ യാഥാർത്ഥ്യം എത്ര എക്സൈറ്റിംഗ് ആണ്. എന്തിനാണ് ഈ സാഹിത്യത്തിൽ പോകുന്നത്? ഈ മാജിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. മാജിക്ക് എവിടെ ഉണ്ടെങ്കിലും പോയി കാണും. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, മാജിക്ക് എങ്ങനെ നോക്കിയാലും അത് റിയൽ അല്ല, അത് നമ്മളെ കളിപ്പിക്കപ്പെട്ടിട്ട് എന്തിനാ ഇത്ര സുഖം? കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മാജിക്ക് താല്പര്യമില്ലാതെ. അത് യാഥാർത്ഥ്യം ഇപ്പോഴും എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്കിൻസ് തന്നെ പറയുന്നുണ്ട്, എന്താണ് സയൻസ് എന്നുള്ളതിന് ഡോക്കിൻസിന്റെ മനോഹരമായ ഒരു നിർവചനമുണ്ട്. ഇറ്റ്സ് എ പോയട്രി ഓഫ് റിയാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. യാഥാർത്ഥ്യത്തിന്റെ കവിതയാണ് ശാസ്ത്രം എന്നാണ് അദ്ദേഹം ഒറ്റ വാക്കിൽ തന്നെ. നമ്മളെ ഈ അഭിരമിക്കുന്നത്, ഈ ഭാവനാലോകത്തെ അഭിരമിക്കുന്ന പലപ്പോഴും ഗുണകരമല്ല. ഞാൻ ഇതിനകത്താണ് ഒരു നായകനെ വെച്ചുകൊണ്ട്, ഒരു സിനിമാ താരത്തെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സ്വപ്ന ലോകത്തിലേക്ക് ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകാൻ സാധിക്കും. അയാളുമായിട്ട് അല്ലെങ്കിൽ അവളുമായിട്ട് പലതും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പലതും ചെയ്യാം. പക്ഷെ അവരിതൊന്നും അറിയുന്നില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വപ്ന ലോകത്ത് സിനിമാ നായകനോ നായികയുമായിട്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അവരറിയുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, സിനിമാ പോസ്റ്ററിൽ പാലൊഴിക്കാൻ കയറി മണ്ടയടിച്ച് തകർന്ന ഒരുത്തൻ്റെ അനുഭവം ഈ സമൂഹം, അത് എത്രയെന്ന് ആലോചിച്ച് നോക്കുക. ഒരു പടം പൊട്ടുമ്പോൾ തന്നെ ആളുകൾ ആത്മഹത്യ ചെയ്യാണ്. ആ ഒരു ഇറാഷണാലിറ്റിയാണ്. അത് ഇറാഷണാലിറ്റി തന്നെയാണ്, യുക്തിഹീനതയാണ് ഒരു സമൂഹത്തിൻ്റെ. വ്യക്തികളിലുള്ള യുക്തിഹീനതയാണ് സമൂഹത്തിന് മൊത്തത്തിൽ വരുന്നത്. പലർക്കും ഈ ആളുകൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാതിരിക്കുന്ന കാരണം രണ്ട് ലോജിക്കൽ ഫാലസീസ് ഉണ്ട്. ഒന്ന് ഫാലസി ഓഫ് ഡിവിഷനും ഫാലസി ഓഫ് കോമ്പസിഷനും. ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായ വൈകല്യം, തെറ്റായ ന്യായത്തിനാണ് ഫാലസി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്, ഈ യന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും
ചെറിയ ലോഹ തകിടുകൾ കൊണ്ടാണ്. പക്ഷെ ഈ ലോഹ തകിടുകൾ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലെയ്ത്തിൽ കൊണ്ടുവച്ചാൽ പോലും അത് അടിച്ച് പൊട്ടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മുറിക്കാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുറിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ അതിൻ്റെ ഘടകഭാഗങ്ങൾ മുറിക്കാൻ പ്രയാസമായിട്ടുള്ള സാധനം വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇതിൻ്റെ ഘടകഭാഗങ്ങൾ മുറിക്കാനും പൊട്ടിക്കാനും പ്രയാസമായതുകൊണ്ട് ഈ യന്ത്രം പൊട്ടിക്കാൻ പ്രയാസമായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഉദാഹരണമായിട്ട് ഒരു വസ്തു, ഈ വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ വെച്ചാണ്. ആറ്റം ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അസാമാന്യമായിട്ടുള്ള ഊർജ്ജം ആവശ്യമാണ്, അല്ലേ? അപ്പോൾ ആറ്റം പണ്ട് വിഭജിക്കാൻ കഴിയാത്തതെന്നുള്ള അർത്ഥത്തിലാണ് ആറ്റം എന്നുള്ള പേര് തന്നെ. ആറ്റങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വസ്തു തകർക്കാനാവില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എത്രമാത്രം ശരിയാണ്? ആറ്റങ്ങൾ വേണമെങ്കിൽ അവിടെ കണക്കിരിക്കും, പക്ഷേ ഈ വസ്തു ഞാൻ തകർക്കും. അപ്പോൾ ഒരു പാർട്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തിൻ്റെ ഗുണം മുഴുവൻ വസ്തുവിനും ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഒന്ന്, ഇതാണ് നമ്മൾ ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പല അന്ധവിശ്വാസങ്ങളിൽ നിന്നും പുറത്തു. ഇനി രണ്ട് നേരെ തിരിച്ചാണ്, ഘടകഭാഗങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ട് അത് മാത്രമേ മുഴുവനാവുമ്പോഴും ഉണ്ടാകൂ എന്നുള്ളത്. അതായത് ലോഹത്തകിടുകൾ കൊണ്ടാണ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോഹത്തകിടുകൾക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല, അപ്പോൾ മെഷീനും കണക്ക് കൂട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ലോഹത്തകിടുകൾക്ക് ഒറ്റയ്ക്കെടുക്കുമ്പോൾ അങ്ങനെ കഴിവുണ്ടാവില്ല, പക്ഷെ മറ്റ് ഘടകഭാഗങ്ങളുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന് കണക്ക് കൂട്ടാൻ കഴിയും. അതാണ് ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആരോപിക്കുന്നു എന്താണോ ഘടകഭാഗങ്ങൾക്കുള്ളത് അതായിരിക്കും അതിൻ്റെ അവസാനം വരുന്ന കഴിവ്. അങ്ങനെയല്ല. ഈ ജീവന്റെ കാര്യത്തിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എമർജന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഉയർന്നു വരുന്ന ഉരുത്തിരിയുന്ന ഗുണങ്ങൾ എന്നതാണ്. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും രണ്ട് ഗ്യാസ് ആണെന്നിരിക്കട്ടെ, ഇത് രണ്ടും കൂടെ ചേർന്ന് വെള്ളം എന്ന് പറയുന്ന ഒരു ദ്രാവകം, വെള്ളം ദ്രാവകം എന്നൊക്കെ പറയുന്നത് ശാസ്ത്രദൃഷ്ടിയിൽ ശരിയല്ല, ഒരു പ്രത്യേക ഊഷ്മാവിൽ മാത്രമേ വെള്ളം ദ്രാവകമായിട്ടിരിക്കും, അല്ലേ? നമ്മൾ സയൻസിൻ്റെ ഇതിൽ നോക്കുമ്പോൾ വെള്ളം, വാട്ടർ എന്ന് പറയുന്ന H2O എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ 2H2O എന്ന് പറയുന്ന സാധനം, അത് ദ്രാവകാവസ്ഥയിലാണെങ്കിൽ മാത്രമേ ആ ഊഷ്മാവാണ്, അല്ലെങ്കിൽ അത് ഗ്യാസ് ആകാം, അല്ലെങ്കിൽ അത് സോളിഡ് ആകാം, ഐസ് ആകാം, അല്ലേ? വെള്ളം കോരി ഒഴിച്ച് കുളിച്ചു എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ഓക്സിജനും ആണ് നിങ്ങളുടെ ശരീരത്തിലൂടെ ഇങ്ങനെ വാരി ഒഴിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ളത് ഹൈഡ്രജനും ഓക്സിജനും ആണെങ്കിലും അത് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എമർജന്റ് ആയിട്ടുള്ള ഒരു ഉരുത്തിരിയുന്ന ഒരു പുതിയ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ഈ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി ആവണമെന്നില്ല, പക്ഷെ അത് ഉണ്ടാവാനായിട്ട് രണ്ടും ഉണ്ട്. നിറങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ രണ്ട് നിറങ്ങൾ ചേർത്ത് പുതിയൊരു നിറം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഈ രണ്ടിലും ഈ നിറമില്ല, പക്ഷെ ഇത് രണ്ടുകൂടെ ചേർത്തപ്പോൾ ഒരു പുതിയ നിറം ഉണ്ടായി. ഈ നിറം എവിടുന്ന് വന്നു എന്ന് ചോദിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ഹൈഡ്രജന്റെയും എല്ലാ വസ്തുക്കളിലും ഇങ്ങനെയാണ്. അതിന്റെ ഘടക പദാർത്ഥങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ പിന്നീടുണ്ടാകും. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകാം. ഹൈഡ്രജൻ പെറോക്സൈഡും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അല്ലെ ഒരു OH ഹൈഡ്രോക്സിലുകളായിട്ട് മാറാം, വെള്ളമായിട്ട് മാറാം. ഓരോ ഘട്ടത്തിലും അതൊക്കെ ഈ ചീട്ട് കളിക്കുന്ന 56 ചീട്ട് ഓരോ തവണ കലക്കുമ്പോഴും നിങ്ങളുടെ കൈ മാറുന്ന പോലെ ഈ 56 ചീട്ട് മാറുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മൊത്തം കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. ജീവൻ എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യം, എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്? മോളിക്യൂൾസിന് എന്ത് ജീവനുണ്ടോ? അതിന് ബോധമുണ്ടോ? അതിന് വിവരമുണ്ടോ? അപ്പോൾ മോളിക്യൂൾസിന് വിവരമില്ല, അല്ലെ ആറ്റത്തിന് വിവരമില്ല, പിന്നെ ആറ്റം വെച്ചുണ്ടാക്കിയ മനുഷ്യന് എങ്ങനെ വിവരമുണ്ട് എന്ന് ചോദിക്കുന്നതാണ്. ഇതിനെയാണ് എമർജന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതിനെതിരെയായിട്ട് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഫാലസി ഓഫ് ഡിവിഷനും ഫാലസി ഓഫ് കോമ്പോസിഷനും. ശാസ്ത്രം പഠിക്കുന്ന ഒരാൾ, സയൻസ് പഠിക്കുന്ന ഒരാൾ, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പഠിക്കുന്ന ഒരാൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഏതോ ഒരു സാധനം എന്നുള്ള സാധനം എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കണം. ഇത് ഞാൻ എൻ്റെ ഇത് വെച്ചാണ് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈഡ്രജനും ഓക്സിജനുമായിട്ടുള്ള കുറച്ച് ഉണ്ടല്ലോ. ഹൈഡ്രജൻ ഓക്സിജൻ അവസാനം ഗ്ലൂക്കോസും ഒക്കെ, ഹൈഡ്രജനും C6H12O6 അതിൻ്റെ ഗുണം ഗ്ലൂക്കോസിന് ഓക്സിജൻ്റെ ഗുണമാണോ ഉള്ളത്? ഹൈഡ്രജൻ്റെ ഗുണമാണോ ഉള്ളത്? കാർബണിൻ്റെ ഗുണമാണോ ഉള്ളത്? അല്ല, എല്ലാത്തിൻ്റെയും ഗുണമുണ്ട്. ഒരു പുതിയ പ്രോപ്പർട്ടി അവിടെ വരികയാണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ്, പുതിയ പുതിയ ഗുണങ്ങൾ ഉണ്ടാവുന്നു. ലൈഫ് എന്ന് പറയുന്നതും അങ്ങനെ ഒന്നാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ബിയോണ്ട് ആൻഡ് ബിനീത്ത്, അത് തന്നെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് carbon, hydrogen and oxygen combine in a certain way, lipids are formed. Lipids are capable of forming cell membranes that separate living cells from environment. ഈ സെല്ലിന്, അതായത് സെല്ലിന് കോശത്തിന് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എൻവയറോൺമെന്റിൽ നിന്ന് ഓരോ കോശത്തെ മാറ്റി അതിന് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കുന്നത്. അത് ലിപ്പിഡ്സ് ആണ് സഹായിക്കുന്നത്.
അതിന് സഹായിക്കുന്ന കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. പക്ഷേ ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ കഴിവില്ല. ഒരു പർട്ടിക്കുലർ അനുപാതത്തിൽ ഇതുണ്ടാക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. ഉദാഹരണമായിട്ട് തന്നെ വെള്ളത്തിന് എങ്ങനെയാണ് ഈർപ്പം ഉണ്ടാകുന്നത്? വെള്ളം എടുത്ത് കുളിക്കുമ്പോൾ അവിടെ എല്ലാം വെള്ളത്തിന് ഈർപ്പം ഉണ്ടാവണം നിർബന്ധമില്ല. അത് നമുക്ക് കുറേ ഹൈഡ്രജനും ഓക്സിജനോട് നിങ്ങളെങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈർപ്പം ഉണ്ടാവും? ഇല്ല. അതതിൻ്റെ ഊഷ്മാവാണ്. അപ്പം ഒരു വസ്തുവിന് ഉണ്ടാകുന്ന ഗുണം അതിൻ്റെ ഘടകപദാർത്ഥങ്ങളുടെ ഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകാമെന്ന് മാത്രമല്ല, ആ വസ്തുവിന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഗുണങ്ങളുണ്ടാകും. ജലം ഐസാണ് എങ്കിൽ തണുത്തിരിക്കും. ഇപ്പം ഈ വെള്ളത്തിൻ്റെ ചൂട് കൂട്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദേഹം പൊള്ളും. ഇത് ഗ്യാസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നനയത്തില്ല. ആ വെള്ളത്തിന് തന്നെ എന്തെല്ലാം ഗുണങ്ങൾ, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. ഇതാണ് എമർജന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ സാധനം ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യുന്നത് മിക്കവാറും എല്ലാ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനം ഇത് മനസ്സിലാകാതിരിക്കലാണ്. ഇനി മറ്റൊന്നുള്ളതാണ് സബ്സ്ട്രേറ്റ് ഇൻഡിപെൻഡൻസ്. നിങ്ങൾ ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാൻ കഴിയും, ഒരു വസ്തുവിന് മാത്രമല്ല ഗുണം, അതിൻ്റെ രൂപത്തിനും ഗുണമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തരംഗം എടുക്കുക, വേവ്സിൽ ഉന്നതിയും എന്താണ് അതിന് പറയുന്നത്, ക്രസ്റ്റും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഇപ്പം വേവ്സ് ഇൻ ദ സീ, അതിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. ആ ഘടനയിൽ പദാർത്ഥം അല്ലെങ്കിൽ അലകൾ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിനൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. അങ്ങനെ പ്രകാശത്തിന് നമ്മൾ ചിലപ്പം വേവ്സായിട്ട് സഞ്ചരിക്കുന്നു, കണങ്ങളായിട്ട് സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയും. അതിൻ്റെ സഞ്ചാര രീതി, അതിൻ്റെ രൂപം, അതിൻ്റെ ഘടന തന്നെ ആ വസ്തുവിനെ മാറ്റും, വേറൊരു ഗുണമായി. അപ്പോൾ വസ്തുവിന് ഘടകപദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഗുണം, വസ്തുവിന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഗുണം, വസ്തുവിൻ്റെ ഘടനയിൽ നിന്ന് വ്യത്യസ്ത ഗുണം. അപ്പോൾ ഈ ഗുണങ്ങൾ ഇത് എവിടുന്ന് വന്നു എന്ന ചോദ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാം ഇതിനകത്തുള്ള സാധനമാണ്. ദ്രവ്യത്തിൻ്റെ ഗുണങ്ങളാണ് ഇതെല്ലാം. ഗുരുത്വം എന്ന് പറയുന്നതും സമയം എന്ന് പറയുന്നതും ഒക്കെ ദ്രവ്യത്തിൻ്റെ ഗുണമാണ്. ഇതൊന്നും പുറത്തുനിന്ന് വരുന്നത്, എല്ലാം ഇതിനകത്താണ്. ഇനി ഇതേ കണക്കുള്ള ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴാത്തത്? അല്ലെങ്കിൽ എന്താ പറയാ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത്? ജീവനുള്ള ബോഡിയും ശരീരവും മരിച്ച ബോഡിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇതൊക്കെ വലിയ ചോദ്യമാണ്. ആർക്ക്? ഞാൻ ഈ പറയുന്ന സാധനം മനസ്സിലായില്ലെങ്കിൽ. ചന്ദ്രൻ എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് വീഴാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി എന്തുകൊണ്ടാണ് സൂര്യനിലേക്ക് വീഴാത്തത് എന്നുള്ളതിന്റെ അതേ ഉത്തരവാണ് അതിനകത്തുള്ളത്. ലോകത്തുള്ള കോടിക്കണക്കിന് ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രങ്ങളിലേക്ക് എന്തുകൊണ്ട് വീഴുന്നില്ല? അത് തന്നെയാണ് ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴാതിരിക്കാനുള്ള കാരണം. ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴാം, അകന്നു പോകാം, ഒരു സ്ഥിരമായിട്ടുള്ള ഭ്രമണപഥത്തിൽ ഓരോ നിമിഷവും ചന്ദ്രൻ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതാണ്, ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. നിങ്ങളെ കൊണ്ടുവന്ന് മേളിൽ കൊണ്ടുവന്ന് വിട്ടാലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചുരുണ്ടൊരു പന്ത് പോലെയായി ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കിടക്കും. നിങ്ങൾ നേരിട്ട് ഇങ്ങനെ ചിന്നും പറഞ്ഞ് വീഴത്തില്ല. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളത്തിന് ചുറ്റും നിങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ച് ആ വീഴ്ച ഇങ്ങനെ കർവേച്ചറായിട്ട് വരും. കർവേച്ചറായിട്ടൊരു ഗോളമായിട്ടൊരു പന്ത് പോലെ, രാമൻപിള്ള ഇങ്ങനെ പന്ത് പോലെ ഒരു ഉപഗ്രഹമായി മാറും. നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് താഴോട്ട് വിടുന്ന എല്ലാ വസ്തുവും ഉപഗ്രഹമായി മാറും. കൂടുതൽ അടുത്ത് വരുമ്പോൾ വേഗത കൂടും. ചിലപ്പോൾ അതിലേക്ക് തന്നെ, ആ ഗ്രഹത്തിലേക്ക് തന്നെ ഇടിച്ചു വീഴും. ഇപ്പൊ ചന്ദ്രൻ തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ അകന്നു പോയി ഒരു 15 ലക്ഷം കിലോമീറ്റർ അകലെ ഹിൽസ് റേഡിയസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു റേഞ്ചിന് അപ്പുറം പോയി കഴിഞ്ഞാൽ അത് സൂര്യൻ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ പിടിച്ചെടുക്കുകയോ ചെയ്യും. ഇതെല്ലാം ഫിസിക്കൽ ലോസ് ആണ്. ഇത് കൃത്യമായി അറിയാവുന്നതാണ്. എന്ന് ചന്ദ്രൻ നമ്മളിൽ നിന്ന് എത്ര അകന്നു പോകും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സൂര്യൻ എന്ന് മരിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഫിസിക്കൽ ലോസ് ആണ്. ഒരു നക്ഷത്രത്തിന്റെ ജനനവും അതിന്റെ ജീവിതവും അതിന്റെ മരണവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 500 കോടി വർഷം കഴിയുമ്പോൾ സൂര്യൻ ഒരു റെഡ് ജയന്റ് ആകുമെന്നും സൂര്യന്റെ വിസ്തീർണം ഭയങ്കരമായി അസാമാന്യമായി വർദ്ധിക്കുമെന്നും ഏതാണ്ട് ഭൂമിയുടെ അടുത്ത് വരെ അത് എത്തുമെന്നും ഭൂമിയൊക്കെ ഉരുകി നാശമാകുമെന്നും ചിലപ്പോൾ ചൊവ്വയൊക്കെ രക്ഷപ്പെട്ടേക്കും, അല്ലെങ്കിൽ വ്യാഴമൊക്കെ രക്ഷപ്പെട്ടേക്കും. പക്ഷെ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. അതാണ് 500 കോടി വർഷമാണ് പറയുന്നത്. ഇതെല്ലാം ഫിസിക്കൽ ലോസ് വെച്ച് കണക്ക് കൂട്ടി പറയുന്നതാണ്. അപ്പം ഇത് തന്നെയാണ് ഡെഡ് ബോഡിയും ശരീരവും തമ്മിലുള്ള വ്യത്യാസം. ഡെഡ് ബോഡിയിലുള്ള സെറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, ശരീരത്തിലുള്ള സെറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഡെഡ് ബോഡി നടക്കുന്നില്ല, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഞാൻ അവസാനം ഈ ബ്രെയിൻ ഡെപ്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ശൃംഖല മുറിയുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ശരിക്കും അത് മരണവും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് ഈ ശൃംഖലകൾ നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ട് മരുന്ന് കൊടുത്തുകൊണ്ട്, മരുന്നെന്ന് പറയുന്ന രാസപദാർത്ഥങ്ങളാണ്, സംശയമൊന്നുമില്ലല്ലോ കാര്യം.
നിങ്ങളൊരു തുളസി എടുത്ത് കഴിച്ചാലും അതിനകത്ത് മുഴുവൻ രാസപദാർത്ഥങ്ങൾ. ഒരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ആസിഡാണ് ഉള്ളത്? ഞാൻ ഇന്നലെ വായിച്ച് തളർന്നുപോയി. അതിന് 10-25 ആസിഡുകളാണ് ആപ്പിളിലുള്ളത്. അത് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ആസിഡ് തന്നെയാണ്. നിങ്ങളുടെ വയറ്റിലേക്ക് ഒരാൾ കുത്തി കയറ്റുമ്പോൾ അറിയാതെ അയാളുടെ വിരലങ്ങാണ് നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് ഉള്ളിലെങ്ങാണ് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ ചിലപ്പോൾ വിരൽ വെന്തു പോകും. കാര്യം ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലൂടെ ഒഴുകുന്നത്. നിങ്ങളുടെ എല്ലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിച്ച് കളയുന്ന സാധനമാണ്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡും നിങ്ങൾ ലബോറട്ടറി ഇരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അല്ലാതെ എൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേറെ ഒന്നാണ്, അവിടെ ഇരിക്കുന്ന വേറെ ഒന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു സാധനം തന്നെയാണ്. വൺ ആൻഡ് ദ സെയിം തിങ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി നമ്മൾ എന്താണെന്ന് അറിയുന്നതിൻ്റെ ചോദ്യം നമ്മളിവിടെ വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് കാണുന്നത് 2 കാര്യങ്ങളുണ്ട്. സ്പേംസും എഗ്ഗും ചേർന്നാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പറയേണ്ട കാര്യം, നിങ്ങൾ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. സ്പേംസ് എന്ന് പറയുന്നത്, സ്പേംസിന്റെ നോക്കുക, അതിന്റെ ആ ഒരു സ്പീഡ് നോക്കുക. അതിന്റെ തലയിലുള്ളത് ശരിക്കും ജനിതക പദാർത്ഥമാണ്. എന്താണ് ജനിതക പദാർത്ഥം? ഒരു ജീവി എങ്ങനെ ആയിത്തീരണം എന്ന് നിശ്ചയിക്കുന്ന ജനിതക കോഡുകൾ, DNA ആണ് അതിന്റെ തലയിലുള്ളത്. പാമ്പ് പോലുള്ള തല കണ്ട ഇത് ചെന്നിട്ട് ഒരു എഗ്ഗ് ഉണ്ടാവും. ആ എഗ്ഗിലേക്ക് തുളച്ച് കയറുമ്പം 20 മില്യൺ ആണ് ഒരു സമയം പോകുന്നത്. അതിൽ ഏറ്റവും മുന്നിലെത്തുന്നത് ഇവിടെ തന്നെ ഒരു നാച്ചുറൽ സെലക്ഷൻ പോകുന്നുണ്ട്. ഇതിൽ ഒരൊറ്റ ഒരു സ്പേം മാത്രമേ എഗ്ഗുമായിട്ട് കൂട്ടിമുട്ടുള്ളൂ. അത് കൂട്ടിമുട്ടുമ്പം ആ ജനിതക പദാർത്ഥം അതിലേക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ കൂർത്തിരിക്കുന്നത്? അതിലേക്ക് തുളച്ച് കയറാനായിട്ടാണ്. തുളച്ച് കയറി കഴിഞ്ഞാൽ അതിനകത്ത് 23 ക്രോമസോം ഉണ്ട്, ഇതിനകത്ത് 23 ക്രോമസോം ഉണ്ട്. ഇത് രണ്ടുകൂടെ ചേർന്ന് 46 ക്രോമസോമുള്ള ഒരു ഭ്രൂണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ രസം, നമ്മളെ ഒരു ശരീരത്തിൽ ഏതൊരു കോശം എടുത്താലും 46 ക്രോമസോമുകളുണ്ട്. ഈ 46 ക്രോമസോമുകളാണ് നമ്മളാക്കുന്നത്, അല്ലേ? എന്നുവെച്ചാൽ നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ള കുറിപ്പടിയാണത്, റെസിപ്പി എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു ബോഡി സെല്ല് 2 ബോഡി സെല്ലിലൂടെ ചേർന്ന് കഴിഞ്ഞാൽ ശരിയാത്തില്ല, 46 92 മാറും. അത് വലിയ വിഷയമാണ്. അപ്പോൾ ഈ സെക്ഷൽ സെലക്ഷൻ തന്നെ പറയുന്നത്, പണ്ട് ഈ സെക്ഷൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇവല്യൂഷനിലെ ഒരു ഭയങ്കര നേട്ടമാണ്. നമ്മൾ ഇന്ന് ഈ കാണുന്ന വൈവിധ്യങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ നേട്ടം സെക്ഷൽ സെലക്ഷൻ. പണ്ട് അസെക്ഷൽ പ്രൊഡക്ഷൻ ആയിരുന്നു. ബാക്ടീരിയ മുറിഞ്ഞ് പുതിയ തലമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരെണ്ണത്തിൽ തന്നെ 2 ലിംഗവും, ഈ ഹെർമോഫ്രോഡൈറ്റുകൾ എന്ന് പറയും, ആൺപൂവും പെൺപൂവും ഒക്കെ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ചില ജീവികളും അങ്ങനെ, ചില ഡ്രാഗൺസിനകത്ത് അണ്ടവും ബീജവും അത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് ആന്തരികമായിട്ട് തന്നെ അണ്ടവും ബീജവും ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 3ാമതായിട്ടാണ് അണ്ടം ഒരിടത്ത് ബീജം ഒരിടത്ത് എന്നുള്ള രീതിയിലുള്ള ജീവികൾ വരും. എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബാക്ടീരിയ അസെക്ഷൽ പ്രൊഡക്ഷനാണ്. ഒരു അസുഖം വരികയാണ്, ഒരു പാരജൻസ് വരികയാണ്, ബാക്ടീരിയ മരിക്കുക. ഒരു ബാക്ടീരിയ മരിച്ചാൽ എല്ലാ ബാക്ടീരിയയും മരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ മുറിച്ചിടുന്നതുകൊണ്ട് ഒരേ ജനിതക ഒരു ഡൈവേഴ്സിറ്റി ഇല്ല, എല്ലാം ഒരേപോലെ ഇരിക്കും. അതേസമയം ഒരു സെക്ഷൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല. സെക്ഷൽ പ്രൊഡക്ഷൻ നിങ്ങളുടെ ഇരട്ടകൾക്ക് പോലും വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം വെച്ചാൽ ജനിതക പദാർത്ഥങ്ങളുടെ മിക്സിങ്ങിലുള്ള വ്യത്യാസം. കാരണം എന്തെങ്കിലും ഒരു കോടി ഉള്ള ഒരു പോപ്പുലേഷനിൽ കടുത്ത വിഷം പോലും കേൾക്കാത്ത 1-2 പേര് കാണും. ഈ DDTയുടെ ഒക്കെ കാര്യം ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞു. DDT അടിച്ചു കഴിഞ്ഞാൽ ഉറുമ്പുകൾ അതിജീവിക്കുന്നു. ഇപ്പോൾ DDT അടിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് ചാവുന്നില്ല എന്നൊക്കെ ആളുകൾ പറയും. ഉറുമ്പൊക്കെ പഠിച്ചുപോയി. ഉറുമ്പൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അവിടെ സംഭവിച്ചിരിക്കുന്ന നാച്ചുറൽ സെലക്ഷൻ ഇതാണ്. നിങ്ങൾ DDT അടിക്കുന്നു, ഉറുമ്പുകൾ ഇപ്പോൾ 1,00,000 ഉറുമ്പുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ 1 കോടി ഉറുമ്പുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഉറുമ്പും ചത്തുപോകുന്നു. പക്ഷെ അതിലൊരു 1% ഉറുമ്പ് ചിലത് ചാവാതെ മയങ്ങി കിടക്കുന്നു, ചിലത് 2 ദിവസം കഴിഞ്ഞ് ചാവുന്നു. കുറച്ചൊരു ഉറുമ്പിന് ഒരു കുഴപ്പമില്ല. കാര്യം അതിൻ്റെ ജനിതക വൈവിധ്യം ഈ DDTയിലെ കെമിക്കലും അതിൻ്റെ കെമിക്കലുമായിട്ടുള്ള ഇതിൽ വരുമ്പോൾ അതിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അത് 1% വളരെ കുറഞ്ഞവർ മാത്രമാണ്. എന്നിട്ട് ഈ ഉറുമ്പുകൾ എന്ത് ചെയ്യും? ഈ ഉറുമ്പുകൾ മാത്രം മരിക്കാതിരിക്കും. അവർ പെരുകി അവിടെ മുഴുവൻ വ്യാപിക്കും. പിന്നെ നിങ്ങൾ DDT ആയിട്ട് ചെല്ലുമ്പോൾ അത് ഏക്കത്തില്ല. കാര്യം അതിജീവിച്ചവന്മാരുടെ പുതിയ തലമുറയെ നിങ്ങൾ കാണുന്നത്. ഇത് ഉറുമ്പൊന്നും പഠിച്ചിട്ടൊന്നുമല്ല, ഉറുമ്പ് പ്രതിരോധ ശക്തി കൂട്ടിയിട്ടുമല്ല. ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ ഫുൾ കോഴ്സ് കഴിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആൻറ്റിബയോട്ടിക് ഫുൾ കോഴ്സ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബാക്ടീരിയ വെച്ചാണ് ഒരു അസുഖം വരുന്നതെങ്കിൽ 3 പ്രാവശ്യം അതിനെ
പൂർണ്ണമായി നശിപ്പിക്കാനായിട്ടുള്ള ഡോസാണ് നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് തരുന്നത് 3 പ്രാവശ്യം. നിങ്ങൾ ഒരു 92 ഗുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പനിയൊക്കെ അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നിർത്തും അല്ലേ? കുഴപ്പമില്ല. അതിന് അതിൻ്റെ ആധിക്യം കുറയുമ്പോൾ നിങ്ങളങ്ങ് നിർത്തും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ വീണ്ടും ഉച്ച കഴിഞ്ഞ് വീണ്ടും പനിയും ചുമയും വരും. കാര്യം എന്താണ്? ഒരൊറ്റ ബാക്ടീരിയ അവശേഷിച്ചാൽ മതി, അവൻ പെറ്റുപരിക്കോളും. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും നിങ്ങളെ കീഴടക്കും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരു ഡോസ് കഴിക്കുമ്പോൾ തന്നെ മാറണമെന്നില്ല. അതുകൊണ്ടാണ് ഈ 3 ഡോസ് എന്നുള്ള ഉറപ്പ് വരുത്താനായിട്ട് ഓൾമോസ്റ്റ് 3 പ്രാവശ്യം അതിനെ നശിപ്പിക്കാനുള്ള ഡോസാണ് തരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ആൻറ്റിബയോട്ടിക് ഫുൾ ഡോസ് കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഒരെണ്ണം ബാക്കി വന്നു കഴിഞ്ഞാൽ എല്ലാം ബാക്കി വന്നതിന് തുല്യം. ഇതാണ് അതിൻ്റെ ഇവല്യൂഷൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഈ പോകുന്ന സ്പേമാണ്. ഈ സ്പേം പോകുന്ന സ്പീഡ് ഭയങ്കര സ്പീഡാണ്. ഇതിൻ്റെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് ഭയങ്കര സ്പീഡാണ്. ജീവനുള്ള സാധനമാണ്. ജീവൻ, ചലനശേഷിയുള്ള സാധനമാണ്, ജനിതക പദാർത്ഥമുള്ള സാധനമാണ്. ഇനി അണ്ടം എടുത്തു കഴിഞ്ഞാൽ അണ്ടത്തിന് ജീവനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അണ്ടത്തിനും ജീവനുണ്ട്, ബീജത്തിനും ജീവനുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന ഭ്രൂണത്തിനും ജീവനുണ്ട്. ജീവൻ എവിടെ നിന്ന് വന്ന്? ഇതാണ് ഓരോരുത്തർ ജനനമൊക്കെ ആഘോഷിക്കുന്നത്. എത്രയോ വിചിത്രമാണെന്ന് ആലോചിച്ചു. ഇവിടെ എന്ത് ജനനമാണ് നടക്കുന്നത്? ജീവനുള്ള ഒന്നുമായി ചേർന്ന് ജീവനുള്ള ഒന്നുണ്ടാക്കുന്നു. ഇതിൽ അണ്ടത്തിന് ജീവനില്ലാന്നിരിക്കട്ടെ, കുട്ടി ഉണ്ടാവില്ല. ബീജത്തിന് ജീവനില്ലാന്നിരിക്കട്ടെ, കുട്ടി ഉണ്ടാവില്ല. ജീവനൊന്നും അവിടെ ഒന്നും പുതുതായിട്ടുണ്ടാകുന്നില്ല. അടിസ്ഥാനമായി അതായത് അവിടെ നടക്കുന്നത് കോശങ്ങളുടെ ഇരട്ടിക്കൽ മാത്രമാണ്. ഈ കോശങ്ങളുടെ ഇരട്ടിക്കൽ പുറകോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ച് കെമിസ്ട്രി പറയേണ്ടി വരും, എങ്ങനെ ആദ്യം ജീവൻ ഉണ്ടായത്, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അവിടെ ജനനവും നടക്കുന്നില്ല. അവിടെ ഉള്ള ജീവൻ മാത്രമാണത്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാവില്ല. പക്ഷെ ആദ്യം ജീവൻ ഉണ്ടായത് ജീവനില്ലാത്തതിൽ നിന്നാണ്. അതാണ് ഞാൻ എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. എമർജന്റ് പ്രോപ്പർട്ടി മനസ്സിലാക്കുക. അതായത് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് അന്നേ വരെ ഇല്ലാത്ത ജീവൻ എന്നുള്ള ഒരു ഗുണം ഉണ്ടാകുന്നു. അത് ഇരട്ടിക്കൽ ശേഷിയുള്ള തന്മാത്രമാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നീടാണ് കുറച്ചുകൂടെ വലിയ വലിയ ജീവികൾ ഉണ്ടാകുന്നത്. ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത്, അറിയാലേ, ആന്റണി വാൻ ലുവൻഹോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയപ്പോഴാണ് ഈ സെമനിൽ ഇതിങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കണ്ടുപിടുന്നത്. അതിന് മുമ്പ് മനുഷ്യർ എന്താ കരുതിയെന്ന് അറിയില്ല. അന്ധകാരത്തിന്റെ കാലഘട്ടം, ഇതാണ് സാധനം എന്നൊക്കെ ഇപ്പൊ നമുക്കൊരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അണ്ടം പിന്നെയും കാണാം, നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരു പക്ഷേ കാണാൻ കഴിയും. പക്ഷെ ബീജത്തിൽ എന്താണ് എന്നൊക്കെ നമ്മൾ പിന്നീട് വളരെ ഒരുപാട് ഈ സയൻസ് വരുന്നതിന് മുമ്പൊക്കെ ഉള്ള ഒരു കാലഘട്ടം വെച്ചാൽ ഈ പെൺകുട്ടികളെ പ്രസവിക്കുന്ന അമ്മമാരെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹമായിരുന്നു. ഈവൻ ഇംഗ്ലീഷ് ചരിത്രം തന്നെ ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉരുത്തിരിയുന്നത് ഹെൻറി VIII എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കാതറിൻ എന്ന് പറയുന്ന ഒരു രാജ്ഞി പെൺകുട്ടികളെയാണ് പ്രസവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടി ഉണ്ടെങ്കിലേ അടുത്ത രാജ്യഭരണം നടക്കുകയുള്ളൂ. അപ്പം ഇയാൾ ഒരു കോർട്ടിലുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു, അവൾ ഗർഭിണിയായി. ആൻ ബോളിൻ എന്നാണ് പേര്. അപ്പോൾ പോപ്പിൻ്റെയൊക്കെ പറഞ്ഞ് ഈ വിവാഹം നടത്തി തരണം, എനിക്ക് ഇപ്പോൾ ഉള്ള ഭാര്യ പെൺകുട്ടികളെയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പോപ്പ് പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. പറയും പോപ്പ് അന്ന് സ്പാനിഷ് കിങ്ങിൻ്റെ സ്വാധീനത്തിൽ, ആ സ്പാനിഷ് കിങ്ങിൻ്റെ പെങ്ങളാണ് ഈ കാതറിൻ, ഹെൻറിയുടെ ഭാര്യ. അങ്ങനെ പോപ്പ് വിസമ്മതിച്ചപ്പോൾ ഹെൻറി എന്ത് പറഞ്ഞു, അങ്ങനെ അതിന് പോപ്പും വേണ്ട ഒരു ഡാഷും വേണ്ട, എനിക്കൊരു ആൺകുട്ടി വേണം, എവിടെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ എവിടെ കെട്ടാൻ പോകുന്നു. അങ്ങനെയാണ് ഈ അന്ന് വരെ ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് എന്നറിയപ്പെട്ടിരുന്ന ഹെൻറി VIII കാത്തലിക് ചർച്ചിൽ നിന്ന് ഇംഗ്ലണ്ടിനെ മാറ്റിയിട്ട് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഉണ്ടാക്കുകയാണ്. പുള്ളിയുടെ ഒരു ബോധ്യമാണ്, മനസ്സിലായി. എന്നിട്ട് പുള്ളി ആൻ ബോളിനെ വിവാഹം കഴിക്കുന്നു. ആൻ ബോളിൻ പ്രസവിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് ക്വീൻ എലിസബത്തിന്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി മാറാനുള്ള തുടക്കം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 16,000-ലാണ് വരുന്നത്. 1603 വരെ ക്വീൻ എലിസബത്ത് ഉണ്ട്. ഷേക്സ്പിയറും ബെൻ ജോൺസണും മാർലോയും ഒക്കെ എഴുതി തകർത്ത കാലഘട്ടം, ബ്രിട്ടന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന എലിസബത്ത് ഫസ്റ്റ്. ഇതെല്ലാം വന്നത് എന്താണ്? ആൻ ബോളിനെ കല്യാണം കഴിക്കുക എന്ന് മാത്രം ഭയങ്കര കാര്യം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത രാജ്ഞിയാവുമല്ലോ. ഇന്ന് നമുക്കറിയാം ഈ ഒരു കുട്ടിയുടെ ലിംഗം നിർണ്ണയിക്കുന്നതിൽ സ്ത്രീക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. കാര്യം XY സെക്ഷൽ ക്രോമസോമാണ് പുരുഷനുള്ളത്, XX ആണ് സ്ത്രീക്കുള്ളത്. പുരുഷന്റെ Yയും സ്ത്രീയുടെ X കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആൺകുട്ടിയാവും. പുരുഷന്റെ Xും സ്ത്രീയുടെ X കൂടെ ആയി കഴിഞ്ഞാൽ പെൺകുട്ടിയാവും. അതായത് സ്ത്രീക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല.
അവിടെയാണ് നമ്മളിപ്പോഴും ഉത്തരേന്ത്യൻ സമൂഹങ്ങളിലും ഈവൻ കേരളത്തിൽ പോലും ഇങ്ങനെ കുത്തുവാക്കുകളും പെണ്ണിനെ പ്രസവിക്കുന്നവൾ എന്തോ പെണ്ണിൻ്റെ കുഴപ്പമാണെന്നുള്ള രീതിയിലുള്ള മ്ലേച്ഛമായിട്ടുള്ള ആരോപണങ്ങൾ. ശാസ്ത്രത്തിന് മാത്രമേ, സയൻസിന് മാത്രമേ ഇതിൽ നിന്ന്, ഈ അന്ധതയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ സാധിക്കൂ. അല്ലാതെ അവരെ പിടിച്ചിട്ടിടുക, അതുള്ള കുഴപ്പമില്ല, പൊങ്കാലയിട്ടോ അല്ലെങ്കിൽ നൊയമ്പ് പിടിച്ചോ ഒന്നും മാറ്റാൻ പറ്റുന്ന സാധനമല്ലേ. അതാണ് സയൻസ് ബിക്കം എ ബിഗ് സോഷ്യൽ ലിബറേറ്റർ ദേ. ഇതുണ്ട ശരിക്കും സ്വയം കണ്ടെയ്ൻസ് നോട്ട് ലിറ്റിൽ പീപ്പിൾ ബട്ട് DNA ആണ് എൻ്റെ ഹെഡിലുള്ളത്. എൻ്റെ പാമ്പ് പോലെ ഇരിക്കുന്ന എൻ്റെ സാധനം. എങ്ങനെയാണ് ഈ പാമ്പിൻ്റെയൊക്കെ ഡിസൈൻ വന്ന് നോക്ക്. പാമ്പ് ആദ്യം കടൽ പാമ്പ്, കടലിലാണ് ഉണ്ടായെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കടലിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, കടൽ പാമ്പ് പോലെ, ഒരു കടൽ പാമ്പ് പോലെയാണ്. എന്തിനാണ് അതിൻ്റെ വാലെന്തിനാണ്? വാലെന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡിൽ ഇങ്ങനെ ഒഴുകി നിയന്ത്രിച്ച് പോകാനായിട്ടാണ് എൻ്റെ വാല്. എൻ്റെ തലഭാഗത്താണ് സ്ഫോടന ശേഷിയുള്ള DNA ഇരിക്കുന്നത്. ഒരു മനുഷ്യനാണത്. ഒരു മനുഷ്യൻ്റെ പകുതി സാധനമാണ് ഈ തലയെന്ന് പറയുന്ന സാധനം. അതിൽ നിന്നാണ് ഒരു മനുഷ്യൻ വരുന്നത്, അതിനകത്തുണ്ടല്ല സാധനം. നിങ്ങൾ കണ്ടു ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ്, അതിങ്ങനെ 8ആയി, 16ആയി, 32ആയി, 64ആയി, എന്നിട്ടൊരു ഡിസ്ക് പോലെ സാധനം വരുന്നു. അത് മെസോഡം, എൻഡോഡം, എക്ടോഡം എന്നാവുന്നു. കുറേ സാധനങ്ങൾ അസ്ഥിയാകുന്നു, കുറേ സാധനങ്ങൾ അവയവങ്ങളാകുന്നു. പിന്നീട് ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നു. 18 ഓക്കെ ചെറിയ ചെറിയ പൾസേഷൻ വെച്ചാണ് നമ്മൾ തിരിച്ചറിയുന്ന കുട്ടി. പിന്നെ അത് കഴിഞ്ഞ് ബ്രെയിനിലേക്ക് പോകുന്നു, ബ്രെയിൻ വരുന്നു, തല വരുന്നു. ഈ കുട്ടി ആദ്യം നമ്മൾ നീക്കം ചെയ്യുമ്പോൾ അബോർഷൻ വഴിയൊക്കെ നീക്കം ചെയ്യാന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വേദന അറിയാൻ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ട്. അതായത് ന്യൂറോളജിക്കലായിട്ട് സെൻസിറ്റീവായിട്ടുള്ള ഒരു മസ്തിഷ്കം ആ കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് വേദന അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും ഈ ഒരു കുട്ടിയെ കൊല്ലുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ വികാരം കൊണ്ട് പറയുന്നതാണ് ശരിക്കും. പക്ഷേ ഒരു മനുഷ്യനെ കൊല്ലുന്നതും ഒരു ഭ്രൂണം നീക്കം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം ആദ്യം വെറും തന്മാത്രകളാണിത്. തന്മാത്രകൾ വികസിച്ച് ക്രമേണ ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമാണ് ഇതൊരു ആയിത്തീരലാണ്. അല്ല ഒരു മനുഷ്യനായിട്ട് തുടങ്ങുകയല്ല. പിന്നെ അതുപോലെ തന്നെ ബോധം തന്നെ, നിങ്ങൾ ആരാണെന്നുള്ള ബോധമാണ് നമ്മുടെ ഒരു യഥാർത്ഥ വിഷയത്തിലേക്ക് വരികയാണ്. നോ യുവർ സെൽഫ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ തുടങ്ങുന്നത്. ഇത് ഈ സ്പേമിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം DNA ആണ്. DNAയുടെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് തന്മാത്രകളാണുള്ളത്. ഈ തന്മാത്രകൾക്ക് ജീവനില്ല, പക്ഷെ തന്മാത്രകൾ ചേർന്നുണ്ടാക്കിയ DNA ചേർന്നുണ്ടാക്കിയ പ്രോട്ടീനുകളും ജീനുകളും ചേർന്ന് വരുമ്പോൾ എമർജൻ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് അവിടെ വരുന്നത്. അങ്ങനെ എമർജൻ്റ് പ്രോപ്പർട്ടി വീണ്ടും പറയുന്നത്. ഇനി നിങ്ങളിവിടെ കാണുന്ന ഒരു ദ്വാരത്തിന് തൊട്ട് മുന്നേ ഇരിക്കുന്ന ഒരു പൂച്ചയാണ്. ഈ പൂച്ച ഒരു എലിയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പൂച്ചയ്ക്ക് ഒരു തലച്ചോറുണ്ട്, എലിക്കൊരു തലച്ചോറുണ്ട്. പൂച്ചയ്ക്ക് താൻ പൂച്ചയാണെന്നൊരു ബോധ്യമുണ്ട്, എലിക്ക് താൻ എലിയാണെന്നൊരു ബോധ്യമുണ്ട്. അപ്പോൾ പൂച്ച എന്താ ചെയ്യുന്നത്? ഈ കുഴിയിലേക്ക് പൂച്ച കയറുന്നില്ല. കാര്യം എന്താ? പൂച്ചയ്ക്ക് ഈ പൂച്ചയുടെ വാല് നോക്കുക. ആ വാല് മുതൽ അതിൻ്റെ ചെവി വരെയുള്ള സ്ഥലം എത്രമാത്രം വലിപ്പം തനിക്കുണ്ട് എന്ന് പൂച്ചയുടെ തലച്ചോറിലൊരു മാപ്പുണ്ട്. ഈ ദ്വാരത്തെക്കുറിച്ചും അതിനൊരു വിഷ്വൽ കോട്ടക്സിൽ ഒരു ചിത്രമുണ്ട്. അപ്പോൾ ഇത് രണ്ടുകൂടെ മാച്ച് ചെയ്ത് പോകുമ്പോൾ ഈ ദ്വാരത്തിൽ തനിക്ക് കയറാൻ പറ്റില്ല എന്ന് പൂച്ച തിരിച്ചറിഞ്ഞാണല്ലോ പൂച്ച കാത്തിരിക്കുന്നത്. എലി എന്താണ് ചെയ്തത്? എലി ഈ ദ്വാരത്തിൽ കയറിയിരിക്കുന്നു. എലിക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് അതിൻ്റെ വാല് മുതൽ ചെവി വരെ അല്ല തല വരെയുള്ള എന്തുമാത്രം വലിപ്പം ഉണ്ടെന്നുള്ളൊരു മാപ്പ് എലിയുടെ മസ്തിഷ്കത്തിലുണ്ട് എന്ന് മാത്രമല്ല, പൂച്ചയെക്കുറിച്ചൊരു ധാരണ എലിക്കുണ്ടായിരുന്നു. പൂച്ചയ്ക്ക് ഈ ദ്വാരത്തിൽ കയറാൻ പറ്റില്ലെന്നും എലിക്കറിയാം. ഈ രണ്ട് ബോധങ്ങളുടെ ഒരു പരിണിതിയാണ്, ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഈ പൂച്ച എലിയെ കാത്ത് പുറത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജീവിക്ക് അതിനെക്കുറിച്ചുള്ള ബോധം, അതാണ് ഞാൻ പറയുന്നത്. അതായത് എന്നെക്കുറിച്ച് ഉണ്ടാകുന്ന ഒരു ബോധം, ആ ബോധം എനിക്ക് സഹായകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പൂച്ച ഇതിനകത്ത് കയറുന്നില്ല. കാര്യം എന്താണ്? പൂച്ചയ്ക്ക് തന്നെക്കുറിച്ച്, സെൽഫിനെ കുറിച്ചൊരു ബോധമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തല ഇടിച്ച് കയറി വലിയ പ്രശ്നമായി. എലി ഇപ്പം രക്ഷിച്ചിരിക്കുക. എങ്ങനെയാണ്? എലിക്ക് തന്നെക്കുറിച്ചൊരു ബോധമുണ്ട്, എൻ്റെ വലിപ്പം എനിക്ക് നിൽക്കണം. ഇനി മാത്രമല്ല, എനിക്ക് വേറൊരു ബോധ്യം കൂടിയുണ്ട്, പൂച്ച എത്ര ഉണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. ഞാൻ പറയുന്ന ഇതാണ്. ഇപ്പം ഞാനൊരു പുതിയ പുസ്തകം കാണിച്ചിരുന്നു, മറ്റേ ടെൽറ്റെയിൽ ബ്രെയിൻ, വിളയന്നൂർ രാമചന്ദ്രൻ്റെ, ഒരു ഇന്ത്യൻ ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹം നമ്പർ 1 ന്യൂറോളജിസ്റ്റാണ് ഇന്ന് ലോകത്തെ. അദ്ദേഹത്തിന് ഈവൻ നോബൽ പ്രൈസ് കിട്ടുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഇന്ത്യൻ ബോൺ അമേരിക്കൻ ന്യൂറോളജിസ്റ്റാണ് വിളയന്നൂർ എസ് രാമചന്ദ്രൻ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് പരിണാമത്തിൽ ഈ ജീവികൾക്ക് അനുകൂലമായ ഒരു കാര്യമാണ് സെൽഫ് അവെയർനെസ്. എന്തിനാണ് സെൽഫ് അവെയർനെസ് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരു ബാക്ടീരിയക്ക് സ്വയം ബാക്ടീരിയയെ കുറിച്ച് ബോധ്യം ഉണ്ടാവണമെന്നില്ല.
വെറുതെ ഇങ്ങനെ കിടക്കും. പക്ഷേ ഈ വലിയ ജീവികൾക്ക് സെൽഫ് അവയർനെസ് ഉള്ളത് കൊണ്ട് ഗുണമുണ്ട്. എങ്ങനെ? നമുക്ക് കാഴ്ച ഉള്ളത് കൊണ്ട് ഗുണമുണ്ട്. എന്താണ് കാഴ്ച ഉള്ളത് കൊണ്ട്? കുഴി ഒഴിവാക്കാം, കൊളീഷൻ ഒഴിവാക്കാം, ആഹാരം കണ്ടെത്താം. കാഴ്ച ഭയങ്കര അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സാധനം. കാഴ്ച എന്ന് പറഞ്ഞൊരു കണ്ണ് ആദ്യം കൊണ്ട് വെക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആദ്യം ഈ സൂര്യപ്രകാശത്തോട് പ്രതികരിക്കുന്ന സെല്ലുകളിൽ നിന്നാണ്. ഇപ്പോൾ വിരകളിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ, സൂര്യപ്രകാശത്തോട് പ്രതികരിക്കുന്ന സെല്ല്, ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതിൻ്റെ ഒരു പരിണമിച്ച് പലതരം നേത്രങ്ങൾ നമുക്ക് ഈ സമൂഹത്തിൽ, ഈ ജീവികുലത്തിൽ കാണാൻ കഴിയും. പലതരം, അതായത് വളരെ അവ്യക്തമായി കാണും. നമ്മൾ ഒരു കുടിച്ചിട്ട് ഒരാളെ ഇങ്ങനെ കാണത്തില്ലേ, അത്രയും നേത്രം ഉള്ള ജീവികളുണ്ട്. പിന്നെ കിലോമീറ്ററുകൾ മുകളിൽ നിന്ന് തന്നെ താഴെ നിൽക്കുന്ന കോഴിക്കുഞ്ഞിനെ കൃത്യമായി കാണുന്ന കാഴ്ചശക്തിയാണ് പരുന്തിനുള്ളത്. അങ്ങനെ ഒരു കാഴ്ചശക്തി നമുക്ക് ആവശ്യമില്ല. ഈ പ്രകൃതിയിൽ തന്നെ പലതരം നേത്രങ്ങളുണ്ട്. ഈ നേത്രങ്ങളെല്ലാം തന്നെ ആ ജീവിയുടെ അതിജീവനത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളത്. ആ ജീവിയുടെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് വവ്വലുകൾ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് അതൊരു ഇതിൽ പോയി ഇടിച്ച് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കട്ടിയും അതിൻ്റെ കനവും അതിൻ്റെ വലുപ്പവും ഒക്കെ ആ സൗണ്ട് വഴി, സൗണ്ടിൻ്റെ പ്രതിധ്വനി വഴി, അൾട്രാസോണിക് സൗണ്ട് തിരിച്ചു വരുന്ന ആ പ്രതിധ്വനി വഴി വവ്വല് മനസ്സിലാക്കിയിട്ട് മാറിപ്പറക്കുക ചെയ്യുന്നത്. വവ്വലെങ്ങും പോയി ഇടിക്കത്തില്ല. അതിന് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് എന്ത് ചെയ്യണോ അത് അതിൻ്റെ ചെവി കൊണ്ട് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെവി കൊണ്ട് കേൾക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കാണാൻ കണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ കണ്ണും ചെവിയൊക്കെ നമ്മുടെ ജീവിതത്തിലെ അതിജീവനത്തിനായിട്ട് നമുക്ക് ഉരുത്തിരിഞ്ഞു വന്ന ശേഷികളാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു ശേഷിയാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ശേഷി. അതാണ് നമ്മൾ. അതായത് നിങ്ങളാണെന്നറിയാതെ കിടക്കുന്ന അവസ്ഥകൾ. ഒരാൾ കിടക്കുന്നു, ബോധമില്ല കിടക്കുക, ഞങ്ങളുടെ തുണിയൊക്കെ മാറി കിടക്കുന്നു. അയാൾ പറയും ഒരു ബോധമില്ല കിടക്കും. ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ മാറ്റി കറക്റ്റായിട്ട് വരും. ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ കാഴ്ച പോലെ, കേൾവി പോലെ ഒക്കെ ഉള്ള പല സബ്സെറ്റ് ഫാക്കൽറ്റീസിൽ ഒരു ഫാക്കൽറ്റി മാത്രമാണ് സ്വയം ബോധം. അല്ലാതെ നമ്മുടെ തലച്ചോറിൻ്റെ നടുക്കൊരു അണ്ണനിരുന്ന്, ഇങ്ങനെയായിരുന്നു നമ്മുടെ സങ്കല്പം. ഒരാളിങ്ങനെ കയറിയിരിപ്പുണ്ട്, ഒരു കൊച്ചു മനുഷ്യൻ, ആ മനുഷ്യനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ആഹാരം. ഇങ്ങനെയല്ല. ഈ സെറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. സെറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് സ്വത്വബോധം, ഞാൻ എന്നൊരു ബോധം ഉണ്ടാകും. ഈ ബോധം പോകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ കുട്ടിയെ നോക്കുക. ഇത് ലോകപ്രശസ്തമായ വിഷ്വൽ ക്ലിഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1960 നടത്തിയൊരു എക്സ്പെരിമെൻ്റ്. എപ്പോഴാണ് ഒരു മനുഷ്യക്കുട്ടി എന്ന നിലയിൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുന്നതെന്നുള്ളത്? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൊച്ചു കുഞ്ഞ് കട്ടിലേ കിടക്കുകയാണെങ്കിൽ ചറപറ താഴെ വീഴും. ആ അറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് പഞ്ഞിക്കെട്ട് പോലെ താഴെ വീഴും. അതിന് ഈ ഒരു ബോധ്യമില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു കുട്ടി ഒരു 6-7 മാസം പ്രായമുള്ള കുട്ടിയാണ്. അവന് മെല്ലെ കയറി വരുന്നുണ്ട് തന്നെക്കുറിച്ചൊരു ബോധ്യം, അല്ലേ? അപ്പം നിങ്ങളുടെ ബോധം എന്ന് പറയുന്നത് ക്രമേണ ഉരുത്തിരിഞ്ഞു വരുന്നൊരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് സ്വിച്ച് ഇട്ടാലുണ്ടാകുന്ന ചില പറയുന്നോ, ഞാൻ പണ്ടൊരു വ്യാപാരിയായിരുന്നു, കഴിഞ്ഞ ജന്മത്തിൽ അതെൻ്റെ കറിയും ഞാനിപ്പോൾ അങ്ങനെ ഒരു സാധനമല്ല. മറിച്ച് നിരന്തരമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് വഴി, ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് വഴി ക്രമേണയാണ് നമ്മൾ ഇപ്പം ഈ കുട്ടിക്ക് മുഴുവൻ ബോധ്യമുണ്ടോ? ഇല്ല. ഈ കുട്ടിക്ക് ഇപ്പോൾ മുഴുവൻ ബോധ്യമില്ല. അവനിപ്പോൾ അവൻ്റെ ശരീര പരിമിതികളെക്കുറിച്ചൊരു എല്ലാം കൂടെ ഒരു മാപ്പ് ഉണ്ടാക്കി വെക്കുകയാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴും നമ്മുടെ എല്ലാ അവയവത്തെക്കുറിച്ചും ഒരു മാപ്പ് നമ്മുടെ തലച്ചോറിലുണ്ട്. ഈ മാപ്പ് അനുസരിച്ചാണ് നമ്മളുടെ ഫീലിങ്സ് എല്ലാം വരുന്നത്. ഇപ്പോൾ ഈ കൈയൊക്കെ മുറിഞ്ഞു പോകുന്നവരുണ്ട്. കൈ അപകടങ്ങളിലൊക്കെ മുറിഞ്ഞു പോകുന്നവർ, അവർക്ക് ചിലപ്പോൾ ഈ കൈ ഉണ്ട് എന്നുള്ള ബോധ്യം, അതിനാണ് നമ്മൾ ഫാൻറ്റം ലിംബ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൈ പോയി, പക്ഷേ ഈ ഭാഗത്തൊരു സാധനം ഉണ്ട്. കാര്യം വെച്ചാൽ അതിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം വളരെ സജീവമാണ്. അത് ഇതിനകത്തോട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ ഭയങ്കര വേദന ഈ കൈയൊട്ടില്ല താനും. അപ്പോൾ നിങ്ങൾ ഡോക്ടർക്ക് എന്ന് പറയും, ഡോക്ടറെ എൻ്റെ കയ്യിൽ ഭയങ്കര വേദന. നോക്കുമ്പോൾ കൈ ഇവിടം വരെ ഉള്ളൂ, പക്ഷേ ഇവിടെ ഈ കൈ ഉണ്ട്. മനസ്സിലായി? ഇവിടെ കൈ ഉണ്ടേ നിങ്ങൾക്ക് കൈ ഉണ്ട്. അതാണ് സാർ. ഇവിടെ കൈ ഉണ്ടാവുകയും ഇവിടെ കൈ ഇല്ലാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കൈയില്ല. കൈ ഇവിടെയാണ് വേണ്ടത്, കൈ ഇവിടെയല്ല വേണ്ടത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര വേദന. അപ്പോൾ ഉള്ള കയ്യിലെ വേദന നമുക്ക് വേണേൽ അനസ്തേഷ്യോ എന്തെങ്കിലും എണ്ണയോ ഒക്കെ കൊടുത്തൊന്ന് മാറ്റി കൊടുക്കാം. ഇല്ലാത്ത കയ്യിലെ വേദന എന്ത് ചെയ്യും? ഇപ്പോൾ ഡോക്ടർ നിസ്സഹായം, പല രോഗികളും പോയി ആത്മഹത്യ ചെയ്യാറുണ്ട്. ഇത്രയും രൂക്ഷമായ വേദന, ഇല്ലാത്ത കയ്യിലെ വേദന, ഫാൻറ്റം ലിംബ് പെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാപ്പ് അനുസരിച്ച് എന്തായാലും തലച്ചോറ് ചെയ്യുന്നതെന്ന് അറിയാമോ?
കൈയുടെ മാപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് അനക്കുന്നില്ല. അപ്പോൾ ഇത് അനക്കണം. എന്ത് ചെയ്യും? ഒരു അനക്കാനായിട്ടുള്ള ഒരു ഉപാധിയാണ് പെയിൻ. പെയിൻ എന്ന് പറഞ്ഞാൽ നീ എന്താണോ ചെയ്യുന്നത് അത് നിർത്തുക എന്നുള്ള തലച്ചോറിൻ്റെ സിഗ്നലാണ് പെയിൻ. സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. അതിനാണ് പെയിൻ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കൈ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര വേദന എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നിർത്തും. ഇത് വേണ്ട എന്ന് പറയണം. വേണ്ട എന്ന് പറയുന്ന ന്യൂറോ കെമിക്കൽ സിഗ്നലാണ് പെയിൻ. ഇവിടെ സൂചി വെച്ച് കുത്തുകയാണ്, ഇങ്ങനെ അങ്ങോട്ട് കുത്തി ചെല്ലുമ്പോൾ വേദന. വേണ്ട, തലച്ചോറിന് അത് ശരീരത്തിന് നല്ലതല്ല. അതാണത് പറയുന്നത്. അപ്പം ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ കൈ ഇല്ല. ഇപ്പം തലച്ചോറ് വരുന്നതെന്നറിയോ? ഈ കൈ യാതൊരു അനക്കവും ഇല്ലല്ലോ, നമ്മുടെ ബ്രാഞ്ചിൽ പ്രവർത്തനമൊന്നും ഇല്ലല്ലോ. നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി നോക്കുമ്പോൾ നമ്മുടെ ആ ബ്രാഞ്ചിൽ ഒരു പ്രവർത്തനം ഇല്ലല്ലോ. അവന്മാരെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം? ഇച്ചിരി വേദന കൊടുക്കുക അല്ലേ? വേദന കൊടുക്കുമ്പോൾ എന്താ? വേദനയുടെ സെല്ല് എവിടെയുള്ളത്? ഇവിടെയാണോ? അതൊന്നും തലച്ചോറിലുള്ള വേദനയുടെ സെല്ല് ഇങ്ങനെ കിടന്ന് വെള്ളം ഉണ്ടാക്കും. നമ്മൾ വേദന ഇവിടുത്തെ വേദന. അപ്പോൾ എന്ത് ചെയ്യും? വേദന കൊടുക്കുമ്പോൾ കൈ അനക്കുമെന്നാണ് തലച്ചോറ് കരുതുന്നത് അല്ലേ? മരവിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ ഇത് അനക്കാനായിട്ട് കൈ ഇല്ല താനും. ഇതാണ് ഭയങ്കര പ്രശ്നമാണ്. പല രോഗികളും ആത്മഹത്യ ചെയ്യുന്ന കേസുകളാണ്. ഇതിന് വിളയന്നൂർ രാമചന്ദ്രൻ ഒരു പരീക്ഷണം, ഒരു മിറർ ബോക്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം, നമ്മുടെ തലച്ചോറിനെ നമ്മൾ തന്നെ കളിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. $500 അതിന് ആവശ്യമുള്ളൂ. അദ്ദേഹം അത് കണ്ടെത്തി ഭയങ്കര രോഗികൾക്കൊക്കെ ഭയങ്കര ആശ്വാസം കൊണ്ടുവന്ന വ്യക്തിയാണ്. നമ്മുടെ തലച്ചോറിനെ നമ്മൾ കളിപ്പിക്കും. മനസ്സിലായില്ലേ? അതാണ് അവിടെ ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ സമയമില്ല. എന്നാലും ഞാൻ പറഞ്ഞത്, നിങ്ങളെക്കുറിച്ചൊരു പൂർണ്ണമായൊരു ഗ്രാഫ്, ഒരു മാപ്പ് നിങ്ങളുടെ തലച്ചോറ് രൂപം കൊണ്ട് വരുന്ന അനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ബോധം വരുള്ളൂ. ആദ്യം വേറെ ഒരു സാധനം നോക്കുക. നിങ്ങൾ ഈ കുട്ടി യഥാർത്ഥത്തിൽ താനാണ് അതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? ഈ കുട്ടികളെ മിററിൽ കൊണ്ട് കാണിക്കുമ്പോൾ പലപ്പോഴും മിററിൽ ഒരാളിനെ കാണുമ്പോൾ അയാളുമായിട്ട് കളിക്കാൻ ശ്രമിക്കും, ഒരു ഓബ്ജക്റ്റ് എന്ന നിലയിൽ കളിക്കാൻ ശ്രമിക്കും. അത് താൻ തന്നെയാണെന്ന് കുട്ടികൾ തിരിച്ചറിയുന്ന പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ ബോധം, നമ്മളാണെന്നുള്ള ബോധം, നമ്മൾനെസ് എന്ന് പറയുന്ന സാധനം, അതങ്ങനെ സ്വിച്ചിട്ട് വരുന്ന സാധനമല്ല. അത് വളരെ ക്രമേണ ഉരുത്തിരിയുന്ന നമ്മുടെ തലച്ചോറിൻ്റെ വികസനം അനുസരിച്ചാണത് വരുന്നത്. അങ്ങനെ ഒരു ബോധം വരുന്നത്. ഇപ്പോൾ ഒരു നെറ്റിലൊരു പൊട്ട് വെച്ചിട്ട്, ആദ്യം പോയിട്ട് നെറ്റിലൊരു പൊട്ട് വെച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടിനകത്ത് തൊട്ടിട്ട് ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന കുട്ടികൾ പകുതി ശതമാനം വരും. ഒരു 15 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണെന്ന് അറിയിക്കും. ആ കുട്ടി അതുകൊണ്ട് കാണുന്നുണ്ട്, അതിനെ കൊണ്ട് ഉടനെ കൊണ്ട് ഉമ്മ കൊടുക്കും, അല്ലെങ്കിൽ കടിക്കും. വായ വെച്ചാണല്ലോ എൻ്റെ ആദ്യത്തെ പൊടി. കുട്ടികളെ പേടിപ്പിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. നമുക്കൊരു മനുഷ്യനെ പേടിപ്പിക്കുന്നത് പോലെ കുട്ടിയെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു മാസ്ക് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ തിരിച്ചിരിക്കും. മനസ്സിലായി? ഇതിങ്ങനെ ഇന്ന ജായതയും പ്രിയതയും ആ കഥാജി നായം ഭൂത ഭവിതാവാനം ഭൂ എന്നും പറഞ്ഞിങ്ങനെ വന്നു പോകുന്നൊരു സാധനമൊന്നുമല്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ വിരിഞ്ഞു വരുന്നൊരു സാധനം. അതാണ് നിങ്ങൾ ഒരു പൂ വിരിയുന്നത് പോലെ. അങ്ങനെയാണ്. അതാണ് ഈ ബോധം. ഞാൻ എന്ന് പറയുന്ന സാധനം. ഞാൻ കുറേ ഇതുണ്ടായിരുന്നു, അവരിങ്ങനെ നോക്കിയാൽ വേറൊരു കുറച്ചുകൂടെ വലിയ ഡേറ്റ വരുമ്പോൾ തിരിഞ്ഞു നോക്കി. ഇങ്ങനെ ആയിരിക്കത്തില്ല ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾ പ്രതികരിക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് ഇത്രയും നേരം ഈ വിളികളെ അതിജീവിച്ച് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അറിയാതെ ശ്രദ്ധിച്ചു പോകും. അവർക്ക് അതൊരു വിഷയമല്ല. ഈ നമ്മുടെ ഈ വ്യക്തിത്വത്തിൻ്റെ ഓർമ്മ, അറ്റൻഷൻ, ഫോക്കസിങ്, ഇതെല്ലാം തന്നെ ക്രമേണ ഉരുത്തിരിഞ്ഞു വരുന്ന സാധനം. വീണ്ടും വീണ്ടും പറയുന്നു. അതിൻ്റെ സംഘടനയാണ് പ്രധാനം. ഇനി നമ്മുടെ ബോധത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യം, നിങ്ങളിപ്പോൾ ഞാൻ റഫീഖ് സാറിൻ്റെ ഒക്കെയാണെന്ന് ആരോ പറഞ്ഞു, രാവിലെ നമ്മളെ ഒരു കയ്യിലെടുത്ത് വെച്ചൊരു ചുറ്റി വെച്ച് ഒരാളിങ്ങനെ അടിക്കുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കും അല്ലേ? അതെന്ത് കാര്യം അത്? അല്ലെ ഒരാളെ ഇങ്ങനെ കഴുത്താർക്കണം. നമ്മൾ എന്ത് പറ്റി? നമുക്ക് എന്ത് പറ്റി? നമ്മളെ കഴുത്താരിൽ ഇറക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വോളിബോൾ കളിക്കാൻ ചിന്തിക്കും, കാണുന്നു ഒരാൾ സ്മാഷ് ചെയ്യുമ്പോൾ നമ്മളും പറയുന്ന പോകുന്നതാണ്. നമ്മളും പോകും. അല്ല ബോക്സിങ് ചെയ്ത് സിനിമ കാണും, മോഹൻലാൽ കൊണ്ടുവന്നു ടിഷ്യൂ നമ്മുടെ കൈയൊക്കെ എവിടെ ഇട്ടിരിക്കുന്നതാണ്. എന്താ സംഭവിക്കുന്നത് അവിടെ? ശ്രദ്ധിച്ചാൽ ഭയങ്കര രസമാണ്. അതായത് അത് ഈ ഏപ്പുകളിൽ, ആൾക്കുരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവ ഇങ്ങനെ ഒരാൾക്കുരങ്ങ് ഒരു ചില്ല വെച്ച് മേളിലോട്ട് തട്ടുമ്പോൾ അവിടെ അടുത്ത് നിൽക്കുന്ന ആൾക്കുരങ്ങൾ ഇങ്ങനെ ചാടും. അതായത് നമ്മളല്ലത് ചെയ്യുന്നത്, പക്ഷെ വേറൊരാളാണ് ചെയ്യുന്നത്. വേറൊരാൾ ചെയ്യുമ്പോഴും
നമ്മൾക്ക് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ സക്രിയമാകപ്പെടുക ആണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലല്ല അടിക്കുന്നത്, പക്ഷെ ഇതിനാണ് നമ്മൾ വിക്കേരിയസ്, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് എമ്പതി എന്ന് പറയുന്ന സാധനം. മറ്റൊരാളുടെ വികാരവും നമ്മളുടെ വികാരവും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും. കാരണം വികാരങ്ങളോട് പ്രതികരിക്കുന്നതിനെയാണ് ഒരു പ്രത്യേകതരം സെല്ലുകൾ, ന്യൂറോൺസ് നമ്മുടെ മസ്തിഷ്കത്തിലുണ്ടെന്നാണ് വിളയന്നൂറിൻ്റെ ഒരു ഇത്. അതിനെയാണ് അദ്ദേഹം മിറർ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്, ദർപ്പണ നാഡീകോശങ്ങൾ. ഈ മിറർ ന്യൂറോൺസ് ആണ് അന്യൻ്റെ വികാരങ്ങളെ നമ്മളുടെ വികാരങ്ങളായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സാധനം. അത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നമ്മളുടെ വികാരങ്ങൾ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ അന്യൻ്റെ വികാരവും കാണുന്നത്. അല്ലാതെ നമ്മളുടെ വികാരം കാണാനായിട്ടൊരു സാധനവും അന്യൻ്റെ വികാരം കാണാനായിട്ട് വേറൊരു സാധനവും ഇല്ല. അല്ലേ? അതുപോലെ തന്നെ ഒരാളുടെ ദുഃഖം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ദുഃഖം നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെയാണ്. ഒരേ മെക്കാനിസമേ ഉള്ളൂ. രണ്ട് അളവ് പോലില്ല, രണ്ട് സാധനമില്ല. ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കാര്യം പറയുന്നത്, ഓട്ടിസം ബാധിച്ച കുട്ടികളെ കുറിച്ച് വിളയന്നൂർ പറയുന്നൊരു കാര്യം, ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവരെ വസ്ത്രത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. അവർ നിരന്തരം ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കൊരു ഇമോഷണൽ കോണ്ടാക്റ്റും ഇല്ല ഔട്ടർ വേൾഡുമായിട്ട്. അമ്മയൊന്നും അച്ഛനൊന്നും ഇല്ല. എപ്പോഴും ഇങ്ങനെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാം. അവർ എത്ര മണിക്കൂർ വേണമെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇത് വേണമെങ്കിൽ 48 മണിക്കൂർ ഇതിങ്ങനെ വെച്ചുകൊണ്ട് അവരിരുന്നോളും. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നോളും. ഒരു വിരസത എന്ന് പറയുന്ന സാധനമില്ല. ഭയങ്കര കഷ്ടമാണ് ഓട്ടിസം എന്ന് പറഞ്ഞാൽ വലിയ. പക്ഷെ ഓട്ടിസത്തിൻ്റെ ഒരു കാര്യമായിട്ട് വിളയന്നൂറിൻ്റെ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിറർ ന്യൂറോൺസ് ഉണ്ടാകേണ്ട സ്ഥാനങ്ങളിൽ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാകേണ്ട അളവിലില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈപ്പോത്തസിസ്. അപ്പം അതുകൊണ്ട് എന്താണ്, തന്നെ റീഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് തനിക്ക് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഈടുവ പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതായിട്ടിരിക്കുന്നു, ഇതൊന്നും ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. തന്നെക്കുറിച്ചൊരു ബോധ്യം കുട്ടിക്കില്ല. തന്നെക്കുറിച്ച് ബോധ്യം കുട്ടിക്കില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറിച്ചും ബോധ്യമില്ല. കാര്യം തന്നെക്കുറിച്ച് ബോധ്യം ഉണ്ടാവേണ്ടുന്ന സാധനം തന്നെയാണ് മറ്റുള്ളവരെ കുറിച്ചും ബോധ്യം ഉണ്ടാക്കുന്നത്. ഇനി രണ്ട് സാധനമില്ല. അതായത് നമ്മളെ വിലയിരുത്തുന്നത്, നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങളെ നോക്കി വിലയിരുത്തുന്ന പോലെ തന്നെയാണ് നിങ്ങൾ പുറത്ത് വേറൊരാളെ നോക്കി കൊള്ളാം നിന്റെ അതിച്ചിടൊന്ന് ശരിയാവാണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഒറ്റ മെക്കാനിസമാണ് സാർ. ആ മെക്കാനിസത്തിൽ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെയും ഗവനിക്കില്ല, മറ്റൊരാളെയും ഗവനിക്കില്ല. ഞാൻ ഈ സെൽഫിൻ്റെ കാര്യം പറയണം. ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നപ്പം ശരിക്കും നമ്മൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സും ഒരേപോലെ ഇത് റീഡ് ചെയ്യുന്ന സാധനമാണ്. സംതിങ് ലൈക്ക് ഐ സേ ക്യാമറ. നമ്മൾ ഇങ്ങനെ വെച്ച് സെൽഫി എടുക്കാം, ഇങ്ങനെ വെച്ച് മറ്റുള്ളവരെ ഫോട്ടോ എടുക്കാം. നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോൺസ് എല്ലാം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അല്ല നമ്മളെന്നൊരു പ്രത്യേകത ഒന്നും ഇല്ല അതിന്. അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാരും പറഞ്ഞു. അതായത് നമ്മളുടെ സാധനം എന്നൊരു സാധനം, ഇതൊരു സാധനമാണ്. തിരിച്ചു വെച്ച് ഇങ്ങനെ വെച്ചാൽ സെൽഫി ആവും, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ആവും. ഞാൻ ഇവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ. ഇതൊരു, അതായത് നമ്മുടെ തലച്ചോറിൻ്റെ നിരവധി, വീണ്ടും ആവർത്തിക്കണം, നിരവധി കഴിവുകളിൽ, ഗുണങ്ങളിൽ ഒരു ഗുണമാണ് ആത്മബോധം എന്ന് പറയുന്നത്. ഒരു ഗുണം. ഇത് നിങ്ങളെന്ന് കാണുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യമില്ല, നമ്മൾ ഈ പലതും കാണുന്നതും കേൾക്കുന്നതൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, എല്ലാം കേൾക്കുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കയറി വന്നു, ഒരു സ്ത്രീയാണ് കയറി വരുന്നത്. അവരൊക്കെ ചോദിക്കണം, അവിടെ എത്ര കാറുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, എത്ര കാറൊക്കെ അവിടെ കിടക്കണം, പക്ഷേ ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ല. അതേസമയം വേറൊരു കാര്യം ചോദിക്കാം, അവിടെ എത്ര പേര് പുതിയ പട്ടുസാരി ഇട്ടുകൊണ്ട് വന്ന് എത്ര പേരെങ്കിലും കണ്ടിട്ടുണ്ട്? ഒരു 4-5 പേര് വരുന്നുണ്ട്. ഒരു വെള്ള പട്ടുസാരി, ഒരു മഞ്ഞ പട്ടുസാരി. അവർക്ക് താല്പര്യമുള്ള ഇത്. പുരുഷന്മാരാണെങ്കിൽ വരെ ചോദിക്കും, നിങ്ങൾ എത്ര ഇത് കണ്ടെന്ന് വെച്ചാൽ അവരും അറിയില്ല. അല്ലെങ്കിൽ ശരിക്കും എത്ര പെൺകുട്ടികളുണ്ടായിരുന്നു, ശരിക്കും അവരാണ് താല്പര്യം. അത് ഞാൻ 3 എണ്ണം കണ്ടു, എല്ലാം കൃത്യമായിട്ട് ഡേറ്റ. കാര്യം നിങ്ങൾ കയറി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. നമുക്ക് താല്പര്യമുള്ളത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മളൊരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും, ആരവത്തിനിടയിൽ നിന്നും നമ്മളൊരു വിളി പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയും. ആ വിളി ആരുടേതാണെന്ന് നമുക്ക് തിരിച്ചറിയും. എല്ലാ ഡേറ്റകളും പ്രോസസ്സ് ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് ഇല്ല. അതാദ്യം വന്നത് നമ്മൾ കാണുന്ന എല്ലാം ഒന്നുമില്ല, ഇതൊന്നും കേൾക്കുന്നതേ ഇല്ല. നമ്മളിങ്ങനെ കടന്നു പോകുന്നു. നമുക്ക് ഒരു ചന്തയിലൂടെ കടന്നു പോകുന്നു. നമ്മൾക്ക് വേണ്ട സാധനം നമ്മൾ അന്വേഷിക്കുന്നു. അല്ല അവിടെ എല്ലാ സാധനങ്ങളും ലിസ്റ്റ് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. മാത്രമല്ല, നമ്മുടെ മനസ്സിൽ എന്താണോ, നമ്മുടെ മസ്തിഷ്കത്തിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്.
അതല്ല നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാനൊരു തമാശയുടെ റഷ്യൻ സോങ് ആണ്. നിങ്ങൾക്ക് റഷ്യൻ അറിയത്തില്ലല്ലോ, പക്ഷെ നിങ്ങൾക്ക് മലയാളം അറിയാം. അപ്പോൾ മലയാളിയായിട്ടുള്ള നിങ്ങൾ ഈ റഷ്യൻ സോങ് എങ്ങനെ കാണിക്കുന്നു, ഞാൻ പലയിടത്തും കാണിച്ചിട്ടുള്ള സാധനമാണ്. എന്നാലും നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ചിന്താഭാരം റോട്ടിൽ മൂങ്ങ കൂട്ടിച്ചടി, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ഈ റഷ്യൻ നമുക്കറിയില്ല. നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മലയാള പദങ്ങളായിരിക്കും. ഇതാണ് നമ്മുടെ പല വിശ്വാസങ്ങളുടെയും ബോധ്യങ്ങളുടെയും ധാരണകളുടെയും അടിസ്ഥാനം. നമ്മൾ ആ രീതിയിലാണ് ഇത് കാണുക. പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇവിടെ ISROയുടെ ഇവിടുത്തെ ചെയർമാനായിട്ടുള്ള രാധാകൃഷ്ണൻ, അയാൾ ജോലി കയറിയപ്പോഴേ അയാൾക്കറിയാം ഇന്ന ഘട്ടങ്ങളിൽ ഇന്ന പ്രൊമോഷൻ ഉണ്ടാവും എന്ന്. അയാളെല്ലാം ശരിയാക്കി എല്ലാ അപേക്ഷയും കൊടുത്ത് എല്ലാം എടുത്തു. എന്നിട്ട് അയാൾ ഗുരുവായൂർ വന്നിട്ട് അവിടുത്തെ ഫാക്സ് മെഷീനിലേക്ക് പ്രൊമോഷൻ ഉത്തരവ് അയപ്പിച്ചിട്ട് അത് അവിടെ നിന്ന് എടുത്തിട്ട് പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് എനിക്ക് ഇവിടെ വെച്ച് കിട്ടിയത്. ഇയാൾ അങ്ങോട്ട് അയക്കാൻ പറയാതെ ആരെങ്കിലും ഗുരുവായൂരിൻ്റെ ഫാക്സ് മെഷീനിലേക്ക് പ്രൊമോഷൻ ഉത്തരവ് അയക്കും? ഇല്ല, അയക്കേണ്ട അയാൾക്ക് സ്വന്തമായിട്ടല്ലേ അയാളുടെ ഓഫീസിലോട്ടല്ലേ അയക്കേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ലിങ്കൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിലും മോശമാണ്ടാണ് മനസ്സിലായല്ലേ. അപ്പോൾ ഈ റഷ്യൻ പാട്ട് കേട്ടോണമാണ് മലയാളത്തിൽ നമ്മൾ കേൾക്കുന്ന ഓരോ വിശ്വാസികളും അവരവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെ ആ രീതിയിൽ വിലയിരുത്തുന്നത്. അത് ജ്യോതിഷമായാലും വാസ്തുവായാലും എല്ലാം ഇത് തന്നെയാണ്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു കളി മാത്രമാണ്. ഇനി സമയമുണ്ടോ? പലതരം ഡെത്തുകളെ കുറിച്ച് 1 മണിക്കൂറുണ്ടല്ലേ, 10 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഈ മരണം എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുന്ന സാധനം തീരുന്നതാണല്ലോ മരണം. ഞാൻ ഇല്ലാതാകുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഞാൻ ഇല്ലാതാകലല്ല മരണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനങ്ങളുടെ ശൃംഖലയാണ്. നിങ്ങൾക്ക് ചിലപ്പം അങ്ങനെ എന്തോ രാസപ്രവർത്തനം, കെമിക്കൽ എന്ന് പറയുമ്പോഴേ നമുക്ക് ദേഷ്യം, എന്തോന്ന് കെമിക്കൽ, നമ്മൾ കെമിക്കലിനൊക്കെ ഉപരിയാണ് എന്നാണ്. അത് കെമിക്കൽ എന്താണ് ഞാൻ പറഞ്ഞ ഇമർജൻറ്റ് പ്രോപ്പർട്ടീസിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പം നമ്മൾ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്കും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് ഒരു 4-6 മണിക്കൂർ കഴിഞ്ഞ് കണ്ണ് ഉപയോഗിക്കും. കണ്ണെന്ന് പറഞ്ഞാൽ പലരും ഡൊണേഷൻ കൊടുക്കാൻ കണ്ണെല്ലാം കൂടെ തുറന്നെടുത്തുകൊണ്ട് പോയി ഇവിടെ ഒരു ദ്വാരം വരുന്നെന്ന് ചിന്തിക്കേണ്ടത്. അതിൻ്റെ ചെറിയ ആ സാധനം മാത്രമാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ കണ്ണിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ അതെങ്ങനെ കൊണ്ടുപോകും. പലരും ഒരാളത്തേക്ക് പറഞ്ഞ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കണ്ണ് കൊടുക്കുന്നത് കാര്യം എന്താണ്, അവിടെ വലിയ കുഴിയായിരിക്കും. അല്ല, ആളുകൾ പലരും ധരിക്കുന്ന കണ്ണെന്ന് പറഞ്ഞാൽ ഈ സാധനം മൊത്തം ചക്ക പോലെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കണ്ണെന്നാണ് പറയുന്നത്. കണ്ണ് എന്ന് പറയുന്ന സാധനം, ആ ലെൻസ് എന്ന് പറയുന്നത് വേറെയാണ് സാധനം. അതിന് അറിയാമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പം 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ണ് ദാനം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? കണ്ണ് ജഡമാണെങ്കിൽ അത് സാധിക്കും. തൊലി നമ്മൾ ദാനം ചെയ്യും, ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ അവയവങ്ങൾക്ക് ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ദാനം ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഈ അവയവങ്ങൾ ജീവിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? ആ അവയവങ്ങൾ പ്രാദേശികം. ഇപ്പോൾ നിങ്ങൾ മരിച്ച് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞും കരൾ അതിൻ്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ അഡാപ്റ്ററിൽ തന്നെ പലപ്പോഴും കാണാറുണ്ട്. അഡാപ്റ്ററിൽ നമ്മൾ വലിച്ചൂരി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേറ്റർ കത്തി നിൽക്കുന്നതാണ്. ഇത് തന്നെയാണ്. അതായത് മരണം എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് അല്ല, ഒരു സംഭവമല്ല. ചില നമ്മൾ സിനിമയിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മരിക്കും. ഇതൊക്കെ നമ്മൾ ചലച്ചിത്രകാരൻ്റെ ഭാവനയാണ്. അതിന് സയൻസുമായി ബന്ധമില്ല. നമ്മുടെ പ്രധാന അവയവങ്ങളായിട്ടുള്ള ഹാർട്ട്, അതുപോലെ തന്നെ ബ്രെയിൻ, ഈ 2 സാധനങ്ങളുടെ മരണം എന്ന് പറയുന്നത്, അല്ല അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കൽ ആണ് നമ്മൾ മരണമായിട്ട് എടുക്കുന്നത്. അതിന് അത് 2ൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് ഇറിവേഴ്സിബിളാണ്, തിരിച്ചു വരാൻ പറ്റില്ല. അതിൻ്റെ ജൈവ പ്രക്രിയ റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അപ്പോഴും നമ്മുടെ പല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരളിൽ എന്ത് രാസപ്രവർത്തനമാണോ നടക്കേണ്ടത് അത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും ബൈലുണ്ടാക്കിക്കൊണ്ടിരിക്കും, പിത്തം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ആഹാരം അവിടെ ദഹിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അത് മെല്ലെ കംറ്റോന്നും പറഞ്ഞ് നിൽക്കും. അതിനൊരു സമയമെടുക്കും. ഓരോ അവയവങ്ങളിലും ആ രാസപ്രവർത്തനം നിൽക്കുക ഒരു സമയം. ആ അവയവങ്ങളൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അതിന് ഓരോരോ കാര്യം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് കണ്ണ് ദാനം ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് കണ്ണിൻ്റെ കാര്യങ്ങൾ തീരും. അപ്പം ഇറ്റ്സ് എ പ്രോസസ്. മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്, അതൊരു സംഭവമല്ല. സ്വിച്ചിട്ടിരുന്നോണം ഇങ്ങനെയല്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 4 തരം മരണങ്ങളെ കുറിച്ച് നമ്മൾ പറയും. ഒന്നെന്ന് പറയുന്നത് ഹൃദയാഘാതം, കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, കാർഡിയാക് ഫെയിലുവർ എന്ന് പറയുന്ന ഒരു സാധനം. ഇത് മൂന്നാണ്. ഒന്ന് ഹാർട്ട് അറ്റാക്ക്, മറ്റൊന്ന് കാർഡിയാക് അറസ്റ്റ്, കാർഡിയാക് ഫെയിലുവർ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിലുണ്ടാകുന്ന ഒരു തടസ്സം.
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിബന്ധം മൂലം പെട്ടെന്ന് നമ്മുടെ നെഞ്ചിലൊരു ബേണിങ് സെൻസേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിലോ കാലിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു വേദനയോ തരിപ്പൊക്കെ ആയിട്ട് പെട്ടെന്നൊരു പിടുത്തം, അതിനെയാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ അറ്റാക്ക് കാരണം ഹൃദയം സ്തംഭിക്കണം എന്നില്ല. അറ്റാക്ക് ഹൃദയസ്തംഭനം അല്ല. അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പെട്ടെന്നുള്ള ഒരു വിക്ഷോഭമാണ്, ഒരു പിടുത്തമാണ്. പക്ഷെ അറ്റാക്കുകൾ സ്തംഭനത്തിലേക്ക് പോകാം. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകാം, കാർഡിയാക് അറസ്റ്റിലേക്ക്. പക്ഷെ കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും രണ്ടും രണ്ടാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്നുള്ളതാണ് ഹാർട്ട് ഫെയിലുവർ. ഹാർട്ട് ഫെയിലുവർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല. അതായത് എന്തുമാത്രം അളവിലും തീവ്രതയിലും രക്തം പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതിലും വളരെ കുറഞ്ഞ അളവിലും തീവ്രതയിലും രക്തം പമ്പ് ചെയ്തുകൊണ്ട് ഒരു ഹൃദയം പ്രവർത്തിക്കുന്നു. ഒരു ക്ഷീണിച്ച ഹൃദയം, ദുർബല ഹൃദയം, അതിനെയാണ് നമ്മൾ കാർഡിയാക് ഫെയിലുവർ എന്ന്. ഇറ്റ് ഈസ് വർക്കിംഗ് ബട്ട് നോട്ട് അപ് ടു ദ ഒപ്റ്റിമം ലെവൽ ആസ് റിക്വയർഡ്. അതിന് നമ്മൾ കാർഡിയാക് ഫെയിലുവർ എന്നാണ് പറയുന്നത്. കാർഡിയാക് ഫെയിലുവറും ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും 3 ആണ് എന്നാണ്. ഇനി മറ്റൊരു സാധനമാണ് ബ്രെയിൻ ഡെത്ത്. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ 2 തരം ബ്രെയിൻ ഡെത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. അതായത് ഇപ്പോൾ നമ്മൾ ഐസ് നമ്മൾ ഈ ഉറിഞ്ച എന്താ പറയുക, നിങ്ങളെന്താ പറയുന്നത്, ചിത്തമല്ലാണത് അല്ലല്ല, ഓക്കെ. ഐസ് ഇങ്ങനെ ഉറിഞ്ച് വരുമ്പോൾ അവസാനം ഒരു കമ്പ് ബാക്കിയില്ല, ഒരു തണ്ട്. ഇതേ കണക്കാണ് നമ്മുടെ മസ്തിഷ്കം. നമ്മുടെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ ഞാൻ ആദ്യത്തെ സാധനം കാണിച്ചു തരാം. ഇത് നോക്കാം. ഈ മേളിലിരിക്കുന്ന സാധനമുണ്ടല്ലോ, ഈ തൊപ്പി പോലെയുള്ള, ഇതിനാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ കോർട്ടെക്സ് ആണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഈ കോർട്ടെക്സ് ആണ്. കാരണം നമ്മുടെ കോർട്ടെക്സുകൾ വളരെ വലുതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വലുപ്പവുമായിട്ട് നോക്കുമ്പോൾ, അനുപാതപരമായി നോക്കുമ്പോൾ നമുക്കാണ് ഏറ്റവും വലിയ മസ്തിഷ്കം. നമ്മളെക്കാൾ വലിയ മസ്തിഷ്കമാണ് ആനയ്ക്കുള്ളത്. അതിൻ്റെ 9 കിലോയോളം വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ശരീര വലുപ്പവും അതിൻ്റെ മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ നമ്മളുടെ അനുപാതം, നമ്മുടെ 1.5 കിലോ 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് 1.5 കിലോ. അപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കം നമ്മളുടേതാണെന്ന് മാത്രമല്ല, ഈ മസ്തിഷ്കത്തിലെ മടക്കുകൾ കണ്ടു, ഈ മടക്കുകൾ ഒരുപാട് വിസ്തീർണം ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക. ഈ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വികസനമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു ആൾക്കുരങ്ങിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മാൻ മീൻസ് എനി ഇവോൾഡ് ബ്രെയിൻ, കുറച്ചുകൂടി ഇവോൾഡ് ആയിട്ടുള്ള ബ്രെയിൻ എന്നുള്ള സാധനം, 1.5 കിലോ ജെല്ലി, ഈ സാധനമാണ്, ഈ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ. നമുക്ക് വേറെ അവയവങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒറ്റ നമ്മളെന്ന് പറയുന്ന സാധനം ഇതാണ്. നമ്മളിപ്പോൾ ഒരു കൈ ഇങ്ങനെ നീട്ടി ഒരു തോട്ട വെച്ചൊരു മാങ്ങ പറിക്കുമ്പോൾ നമ്മുടെ കൈയാണ് വലുതാകുന്നത്, അല്ലേ? കൈയുടെ നീളം കൂടുകയാണ്. കൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. കൈയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങളാണ്. അത് പ്രവർത്തിച്ചില്ലേ കൈ അനങ്ങത്തില്ലേ, കൈ ഇങ്ങനെ കിടക്കും. ഈ കൈ എന്ന് പറയുന്ന സാധനം മസ്തിഷ്കത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നിങ്ങളുടെ കണ്ണ് എന്ന് പറയുന്ന സാധനം മസ്തിഷ്കത്തിൻ്റെ ഇവിടെ ഓക്സിപെറ്റൽ ലോബ് എന്ന് പറയുന്ന സാധനമുണ്ട് പുറകിൽ. ഇവിടെയാണ് കാഴ്ചകൾ ഉണ്ടാക്കുന്നതും, ഉണ്ടാക്കിയ കാഴ്ചകൾ ശേഖരിച്ചു വെക്കുന്നതും, പുതിയ കാഴ്ചകൾ ഉണ്ടാക്കുന്നതും, സ്വപ്നം കാണിക്കുന്നതും എല്ലാം ഈ സാധനമാണ്. അപ്പം നിങ്ങളൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് വലുതാവുകയാണ് ചെയ്യുന്നത് ശരിക്കും. അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അല്ലാതെ കണ്ണിലൂടെ അല്ല ആരും കാണുന്നത്. കണ്ണടച്ചാലും കാണാം. കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിനെയോ അച്ഛനെയോ അമ്മയോ മക്കളെയൊക്കെ ആരും വന്ന് സ്വപ്നം കാണുമ്പോൾ എല്ലാവരും കണ്ണ് തുറന്നിട്ടാണ്. കാഴ്ച എന്ന് പറയുന്ന ഒരു മസ്തിഷ്ക പ്രവർത്തനമാണ്. കേൾവി എന്ന് പറയുന്നത് ഒരു മസ്തിഷ്ക പ്രവർത്തനമാണ്. ഉറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ ഭാര്യ വിളിക്കുന്നത് മനുഷ്യനെ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കും. വിളിച്ചിട്ടുണ്ടാവില്ല, അവരോടൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും. പക്ഷെ നമ്മൾ കേൾക്കുന്നത് ഈ സാധനം ഫയലൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. സ്വപ്നത്തിൽ നമ്മളെ ആന കുത്തുന്നു, ആന ഉണ്ടായിട്ടാണോ? അതല്ല, ഈ സാധനം എല്ലാം ഇവിടെയാണെന്നേ, ഇതിന് പുറത്തൊന്നുമില്ല. അതാണ് ഇവിടെ ഒരു തട്ട് കെട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ ആയി പോകുന്നില്ല. ഒറ്റ അവയവേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ ഈ സാധനം 1.5 കിലോ സാധനമാണ്, അതിൻ്റെ എക്സ്റ്റൻഷനാണ്. അതല്ല സെക്സ് എടുക്കുക. എല്ലാവർക്കും ചോദിക്കും നിങ്ങളുടെ ലൈംഗിക അവയവം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഞാൻ പറയത്തില്ല, പക്ഷേ മോശമാണ്. നിങ്ങളുടെ ലൈംഗിക അവയവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനാണ്. നിങ്ങൾക്ക് വേറെ അവയവമൊന്നും ഇല്ല. ആർട്ടിസ്റ്റ് നിങ്ങളുടെ സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്ന സാധനമാണ് ബ്രെയിൻ. അവിടെയാണ് ഇതെല്ലാം എന്താണ് ഈ പറയുന്ന എക്സ്പ്രസീവ് എങ്ങനെ എല്ലാം എന്താണ് ഇവിടെ ഒന്നും ഉണ്ടാകും. വേദന അനസ്തേഷ്യ കൊടുക്കുന്ന എങ്ങനെ രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വേദന അറിയിക്കുന്ന
മസ്തിഷ്ക കോശങ്ങളിലേക്ക് ഈ സംഭവം എത്തിക്കാതെ നിങ്ങൾ ഒരു കല്ല് പിടിച്ചെടുത്ത് വെക്കുന്നു. റോഡിൽ കല്ല് പിടിച്ച് വെക്കില്ലേ വണ്ടി വരാതിരിക്കാൻ? എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ ആ റോഡിൽ കല്ല് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരത്തില്ലല്ലോ, ആളുകളും വരത്തില്ല. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ എന്ത് നടക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ മസ്തിഷ്കമെങ്കിൽ ഇവിടെ അങ്ങ് മരവ് വെക്കിപ്പിക്കുക. ഇവന്മാർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് നടന്നാലും നമ്മളറിയത്തില്ല. ഇത് വെട്ടിപ്പൊളിച്ചാലും ഇവിടെ അറിയത്തില്ല, വേദനയില്ല, ഒന്നുമില്ല. ഏതെങ്കിലും ഒരു അവയവം മാത്രമായിട്ട് മരവിപ്പിക്കാം. അപ്പോൾ ആ അവയവങ്ങളിൽ നിന്ന് സാധനം ഒന്നും ഇവിടെ എത്തുന്നില്ല. അപ്പോൾ വേദനയൊന്നുമില്ല, വെട്ടിക്കോ, കാല് വെട്ടാം, കൈ വെട്ടാം, സിസേറിയനോ എന്തോ ഒരു പ്രശ്നമില്ല. ഇവനെ അറിയിക്കാതിരുന്നാൽ മതി. ഇവനാണ് നമ്മൾ. അപ്പോൾ ഈ സ്റ്റെമ്മ് നിങ്ങളൊരു തണ്ട് കണ്ടോ? ആ തണ്ടിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. മനസ്സിലായേ? ഈ തൊപ്പി എന്ന് പറയുന്ന സാധനം നമുക്ക് പിന്നെ കിട്ടിയ സാധനം. നമ്മുടെ ലക്ഷക്കണക്കിന് ഇവല്യൂഷനിലൂടെ നമുക്ക് പിന്നെ കിട്ടിയതാണ് ഈ മേളിരിക്കുന്ന കോട്ടക്സ് എന്ന് പറയുന്ന സാധനം. അത് പല കോട്ടക്സിന് പല ഭാഗങ്ങളുണ്ട്. പ്രീഫ്രണ്ടൽ കോട്ടക്സ് ഉണ്ട്, നിയോ കോട്ടക്സ്, പലതുണ്ട്. അപ്പം ഈ കോട്ടക്സിൻ്റെ എവല്യൂഷൻ തന്നെ പ്രത്യേകം പഠിക്കുന്ന വിഷയം. പക്ഷേ ഈ സാധനത്തിൻ്റെ മേളിലാണ്. ഇതാണ് നമ്മളുടെ മിഡ് ബ്രെയിനും ഓൾഡ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. പോൺസ്, മെഡില്ല ഒബ്ലാങ്കേറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ സാധനം ഒരു പ്രാചീന മസ്തിഷ്കമാണ്. ഇതാണ് ഉരകങ്ങൾ തൊട്ട് നമ്മളുടെ പിതാമഹന്മാർക്കുണ്ടായിരുന്നു. ഉരകങ്ങളൊക്കെ എങ്ങനെയാണോ ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ പൾസേഷൻ ഓഫ് ഹാർട്ട്, കിഡ്നിയുടെ പ്രവർത്തനം, ഡയാലിസിസ് ഓഫ് ബ്ലഡ്, ഇതെല്ലാം തന്നെ ഇത് റെക്കോർഡഡ് പ്രോഗ്രാമാണ്. ഇതിനകത്ത് നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങളുടെ രക്തം എപ്പോഴും ഡയാലിസിസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങളുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങളുടെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കും. ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം തന്നെ റെക്കോർഡഡ് പ്രോഗ്രാമാണ്. മനസ്സിലായില്ലേ? ഈ പ്രോഗ്രാം എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഈ പഴയ മസ്തിഷ്കം, ബ്രെയിൻ സ്റ്റെമ്മാണ്. അതാണ് ഈ അൾസിമേഴ്സ് വായിച്ച രോഗികൾക്ക് അവരുടെ ഈ കോട്ടക്സ് ഇങ്ങനെ ദ്രവിച്ചു. അപ്പോൾ അവർക്ക് റെക്കഗ്നേഷൻ, ആളിനെ തിരിച്ചറിയാൻ പറ്റാതെ, കമ്പ്യൂട്ടേഷൻ പറ്റില്ല, ഭാവന ഉണ്ടാവില്ല, പല കാര്യങ്ങൾ, സോഷ്യൽ സെൻസ് ഉണ്ടാവില്ല. ഇതെല്ലാം നശിച്ചു പോകുമ്പോഴും നിങ്ങൾ എന്തെങ്കിലും അവരെ വായിലോട്ട് വെക്കുകയാണെങ്കിൽ അവർ ശ്വാസം വലിച്ചുകൊണ്ടേയിരിക്കും, ഹൃദയം പിടിച്ചുകൊണ്ടേയിരിക്കും, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ശവമായിട്ട് ഇങ്ങനെ കിടക്കും. അതാണ് ഈ അൾസിമേഴ്സ് രോഗമൊക്കെ ബാധിച്ചവരെ നോക്കുക എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും. അല്ലെ, അവരുടെ സ്റ്റെമ്മും ഈ ആദിമ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജീവസന്ധാരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ബോധവുമില്ല. അവർ ഈ ലോകത്തുമല്ല, അവർക്ക് വ്യക്തിത്വമില്ല. അപ്പോൾ രണ്ട് കാര്യം. ഒന്ന് ഈ സെറിബ്രൽ ആയിട്ടുള്ള സാധനം, ഐ മീൻ ഈ കോട്ടക്സ്. മറ്റൊന്നത് സ്റ്റെമ്മ്. ഈ സ്റ്റെമ്മ് വർക്ക് ചെയ്യുന്നവർക്ക് ഡീപ്പ് കോമയിൽ വർഷങ്ങളോളം യാതൊരു ബോധവും ഇല്ലാതെ വാഴത്തറ വെട്ടിയിട്ടോണം ജീവിക്കാൻ പറ്റും. അവർക്കൊന്നും ഉണ്ടാവില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാനും പോലും പറ്റുന്നത്. അപ്പോൾ രണ്ട് തരം മരണങ്ങളെക്കുറിച്ചാണ് മെഡിക്കൽ സയൻസ്. ഒന്നെന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്തിൽ സെറിബ്രൽ ഡെത്ത് എന്ന് പറയും. അതായത് ഈ മുകളിലുള്ള ഈ തൊപ്പിയുണ്ടല്ലോ സാധനം, ഹയർ ഫാക്കൽറ്റീസ്, അതെല്ലാം പോകും. അതിന് സെറിബ്രൽ ഡെത്ത്. പക്ഷേ പൂർണ്ണമായിട്ട് അയാൾ മരിച്ചിട്ടില്ല. അതിന് അയാളുടെ സ്റ്റെമ്മ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പാൽപിറ്റേഷൻ നടക്കും, ഡയാലിസിസ് നടക്കും, സർക്കുലേഷൻ നടക്കും, എല്ലാം നടക്കും. രണ്ടാമത്തെയാണ് സ്റ്റെമ്മിൻ്റെ ഡെത്ത്. സ്റ്റെമ്മിൻ്റെ ഡെത്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും നടക്കില്ല. ഇനി അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഡെത്താണ് ശരിക്കും ബ്രെയിൻ ഡെത്ത്. മറ്റേത് സെറിബ്രൽ ഡെത്താണ്. നിയമപരമായ ആവശ്യങ്ങൾക്കായിട്ട് ഈ അമേരിക്കയിലൊക്കെ ഏത് പരിഗണിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനിതിനകത്ത് പറയുന്നില്ല, അത് വേറൊരു വിഷയമാണ്. അപ്പം ഒരാളുടെ ഹാർട്ട് അറ്റാക്ക്, ഹൃദയം സ്തംഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെ നിങ്ങളുടെ മസ്തിഷ്കം നിലനിൽക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഹാർട്ടിൻ്റെ ഫെയിലൂറും ഹാർട്ട് അറസ്റ്റും ബ്രെയിൻ ഡെത്തും ഒരുമിച്ച് സംഭവിക്കുന്നില്ല. ഒരു ലാഗുണ്ട്. അത് ചിലപ്പം 5 സെക്കൻഡ് ചിലപ്പം വേണ്ടി വന്നില്ല. 5 സെക്കൻഡ് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറിവേഴ്സിബിളാണ്. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതാണൊരു വിഷയം. കാര്യം ഈ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ മസ്തിഷ്കം മരിച്ചു. ഓക്സിജനും ഗ്ലൂക്കോസും ഈ സാധനത്തിന് ആവശ്യം. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സാധനമാണ് മസ്തിഷ്കം. അത് പോയി കഴിഞ്ഞാലുണ്ടല്ല മസ്തിഷ്കം അപ്പോഴേ മരിച്ചു. മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭാഗത്തെ സെല്ലുകൾ നശിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റീജുവിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സെല്ല് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ, ഒരു പാട് വന്നു കഴിഞ്ഞാൽ വീണ്ടും തൊക്കിലൊക്കെ സെല്ല് വരും, എല്ലാ സെല്ല് വരും. മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വലുതാകും, പക്ഷേ അത് നശിച്ച സെല്ലുകൾക്ക് പകരം സെല്ലുകൾ വരില്ല. അതാണ് ഒരു ഭാഗം തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു തന്നെ കിടക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ സെല്ല് നിർവഹിച്ചിരുന്ന ജോലി വേറെ ഏതെങ്കിലും സെല്ല് ഏറ്റെടുക്കണം ഓട്ടോമാറ്റിക്കലായിട്ട്. അങ്ങനെ ഏറ്റെടുക്കുന്ന കേസുകളുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഭാഗികമായൊക്കെ തിരിച്ചു കിട്ടുന്നത്. മനസ്സിലായില്ല? അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ മസ്തിഷ്കത്തിൻ്റെ സെല്ലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെപ്ലിക്കേഷൻ ക്വാളിറ്റി വളരെ തീരെ ഇല്ല എന്ന് പറയാം. മറ്റൊന്ന്
അത് പെയിൻ സെൻസിറ്റീവ് അല്ല. നിങ്ങൾ മസ്തിഷ്കത്തിൻ്റെ ശസ്ത്രക്രിയ കണ്ടിട്ടുണ്ടോ? അതിനാ പെയിൻ ഇല്ല. അത് നമുക്ക് വാരി ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയത്ത് പോലുമില്ല. ആ സാധനമാണ് നമ്മളെ പെയിൻ അറിയിക്കുന്നത്. ഇപ്പോൾ പല ഈ പിന്നെ മസ്തിഷ്ക ശസ്ത്രക്രിയകളൊക്കെ നടത്തുന്നത് ഹാർട്ട് ഇത് തുറന്നു വെച്ചിട്ട് രോഗിയോട് സംസാരിച്ചുകൊണ്ടാണ്. സംസാരിച്ചുകൊണ്ട് ബ്രെയിൻ സർജറി നടത്തിയ ഒരു ഗുണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഭാഗമൊക്കെ നമ്മൾ കത്തി വെക്കുമ്പോൾ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ പേരെന്താണ്, ഭാര്യ എങ്ങനെ, കുട്ടികളെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് കത്തി വെക്കുമ്പോൾ പിന്നെ മിണ്ടത്തില്ല, അല്ലെങ്കിൽ നാക്ക് കുഴയും. എന്ത് പറ്റി, എനിക്ക് അവിടെ വെക്കുമ്പോൾ എന്തോ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു ഫാക്കൽറ്റി ഇല്ലാതെ. അപ്പോൾ ഉടനെ ഡോക്ടർക്ക് മനസ്സിലാവുക അവിടെ തൊടാൻ പാടില്ല, അല്ലാതെ ഇതൂടെ കട്ട് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. പുറത്തിറങ്ങുമ്പോൾ അവൻ ഇങ്ങനെ ഇരിക്കും, താളവട്ടത്തിലെ മോഹൻലാൽ നടക്കും. അപ്പോൾ ഇത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ പുതിയ 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 സാധനങ്ങൾ വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നതും സെറിബ്രൽ ഡെത്ത് എന്ന് പറയുന്നത് രണ്ടാണ്. ബ്രെയിൻ ഡെത്താണ് അൾട്ടിമേറ്റ് ഡെത്ത്. പിന്നെ ചിലർക്ക് ഞാനിവിടെ ഉദ്ദേശിച്ച ഈ മരണത്തിന് മുമ്പുള്ള അനുഭവങ്ങൾ, ഞാൻ ചില പറയില്ല മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അനുഭവങ്ങൾ, പിന്നെ ഞാൻ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, ശരീരത്തിന് പുറത്തു പോയതായിട്ടുള്ള അനുഭവങ്ങൾ, അതൊക്കെ വളരെ സിമ്പിളാണ്. സത്യത്തിൽ ഇതെല്ലാം മസ്തിഷ്ക പ്രശ്നങ്ങളാണ്. ഈ ഒരു രോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചോക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ ചോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസ് ചോക്ക് ചെയ്തുകൊണ്ട് മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ സപ്ലൈ കുറയ്ക്കുകയോ നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഉന്മാദവും ലഹരിയായിരിക്കും. ഇത് കുറച്ചു നേരം നമ്മുടെ ബ്ലഡ് അല്ലായിരുന്നു. ഇത് അമേരിക്കയിലും ഏഷ്യയിൽ, സിംഗപ്പൂരിൽ, ഈവൻ ഇന്ത്യയിൽ വരെയുള്ള പിള്ളേരും ചെറുപ്പക്കാരും ഒക്കെ കളിക്കുന്ന ഒരു കളിയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ അളവ് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും. കുറേ സമയം ഭയങ്കര ഉന്മാദമായിരിക്കും. 5 പൈസയുടെ ചിലവില്ലാതെ ഒരു എന്താ പറയുക, ഒരു 750 അടിച്ചതിൻ്റെ സുഖമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് പക്ഷേ ഇത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രാക്ടീസാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ പലതരം ഡിഗ്രീസ് ഓഫ് ഡെത്ത് അതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ചോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയാണ് അത് ചോക്ക് ചെയ്യുന്നത്. ചോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം, അതുപോലെ ഓക്സിജൻ, ഗ്ലൂക്കോസിൻ്റെയൊക്കെ കുറവ് വരുമ്പോൾ ശരീരം, മസ്തിഷ്കം അണ്ടർ പെർഫോം ചെയ്യും. പല ഫങ്ഷൻസും അതിൻ്റെ റിക്വയർഡ് ലെവലിൽ ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ അത് നമ്മളിൽ ചില ഭ്രമങ്ങളും ചില അനുഭൂതികളും ഒക്കെ ഉണ്ടാക്കും. ഈ അനുഭൂതികൾ ആഗ്രഹിച്ചാണ് ആളുകൾ, ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആകാം. ഇങ്ങനെ ചോക്കിങ് കഴിഞ്ഞ് പുറത്ത് വന്ന പലർക്കും മസ്തിഷ്കപരമായിട്ടുള്ള ക്രമക്കേടുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള കേസുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ ടെലിവിഷനിലൊക്കെ പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടിയെന്ന് ചെയ്യുന്നതായിട്ട് കാണുകയാണെങ്കിൽ നിരുത്സാഹപ്പെടുത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് വ്യാപകമായി ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പലർക്കും ഈ മെഡിറ്റേഷനുകളിലേക്കും ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിലൂടെയും മറ്റുമൊക്കെ വളരെ വിവിധങ്ങളായ അനുഭൂതികൾ ഉണ്ടാവുകയും ഏതോ ഉയരങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കാറുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ നോർമലായിട്ടുള്ള മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ ടാമ്പർ ചെയ്യണം, അലങ്കോലപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വിവിധ അനുഭൂതികളും അനുഭവങ്ങളുമാണ് പലപ്പോഴും ഈ എക്സ്റ്റസികളായിട്ടൊക്കെ മാറുന്നത്. അത് ഈ ശ്വാസക്രിയ, സുദർശനക്രിയ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ ചെയ്തിട്ട് അവിടെ കിടക്കുന്നതാണ്. നിങ്ങളുടെ ഓക്സിജൻ ഫ്ലോ മാത്രം റെഗുലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിരവധി അവസ്ഥകളിലൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറേ നേരം മൂക്കൊന്ന് അടച്ചു പിടിച്ച് നോക്കി നമ്മൾ വേറൊരു അവസ്ഥയിലോട്ട് പോകും. നമ്മുടെ മസ്തിഷ്കത്തിന് കിട്ടുന്ന ഇന്ധനത്തിൻ്റെ അളവ് മാറ്റിയാൽ നമ്മളെ അനുഭൂതികൾ മാറും. അതിന് തുരിയ അവസ്ഥയും തപസ്സിരിക്കലും മെഡിറ്റേഷനും ഒക്കെ എൻ്റെ ആളുകൾ കൈവരിക്കുന്നതെന്ന് പറയുന്ന സാധനം ഇതാണിത്. മസ്തിഷ്കം അണ്ടർ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വേറൊരു നിലയിലാവുന്നു, നിങ്ങൾക്ക് വേറെ അനുഭൂതി ഉണ്ടാവുന്നു. ഇത്രേ ഉള്ളൂ സാധനം. ഇനി ചിലർ പറയും ഞാൻ എന്നിൽ നിന്ന് പറന്ന് വേറൊരാളിലേക്ക് പോയി, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഞാൻ ആ മസ്തിഷ്കം കഥ പറയുന്നുള്ള പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഞാൻ അതിന് മുന്നേ സ്ലീപ്പിനെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ 4 തരം അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. 5 അവസ്ഥകളെക്കുറിച്ചായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പം 2 അവസ്ഥകളെ കുറിച്ചാക്കിയിട്ടുണ്ട്. അതായത് REM, അതായത്
റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഐ എന്ന് പറയുന്നത് നിങ്ങളുടെ കൺപോളെ അല്ല ഉദ്ദേശിക്കുന്നത്, കണ്ണ് ആദ്യം നോൺ RPM ആയിരിക്കും നമ്മളങ്ങോട്ട് കിടക്കാനൊരുങ്ങുന്ന സമയങ്ങളിൽ. അത് ഐസ് ആർ ക്ലോസ്ഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വേക്കപ്പ്. 5-10 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ച് വെച്ച് കിടക്കുക. ഐസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കണ്ണ് ഇതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. റാപ്പിഡ് ഐ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഗാഢമായിട്ടുള്ള സ്ലിപ്പ് ആണ്. അതിനു മുന്നേ ആദ്യം നോൺ REM റം എന്ന് പറയാം. ഇതിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ഈ റം വരുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ 3 കാര്യങ്ങൾ. 1 ഡ്രീംസ് നടക്കുന്നത്, 2 റിപ്പയറിങ്, ന്യൂറൽ റിപ്പയറിങ്, ഫിസിക്കൽ റിപ്പയറിങ്. ശരീരത്തിലുള്ള എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ, ചെറിയ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ശരീരം സ്വയം പരിഹരിക്കാൻ ഈ ഉറക്കം ഉപയോഗിക്കുന്നുണ്ട്. ഒരു തലവേദനയൊക്കെ ചിലപ്പോൾ ഒരു ഉറങ്ങിക്കഴിയുമ്പോൾ തലവേദന വിട്ടുപോകുന്നതിൻ്റെ ഒക്കെ ആ വകുപ്പിൽപ്പെടുന്നതാണ്. സ്വയം പരിഹരിച്ച് പുറത്തു വരിക. അതുപോലെ ഈ റമ്മ് REM എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും ഗാഠനിദ്ര എന്ന് പറയുന്നത്. ആ ഗാഠനിദ്ര സമയത്ത് നിങ്ങളുടെ ശരീരം വളരെ റിലാക്സ്ഡ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ തലച്ചോറ് വലിയ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസമൊക്കെ വളരെ കൂടി നിൽക്കും. അതാണ് കൂർക്കം വലിക്കുന്ന ഭയങ്കര വയലൻറ്റ് സ്ലീപ്പാണ്. അപ്പം നിങ്ങളുടെ ഉറക്കത്തിന് തന്നെ തലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഏത് ഉറക്കത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പൂർത്തിയാകാത്ത ഉറക്കത്തിൽ നിന്നാണ് പുറത്തു വരുന്നതെങ്കിൽ വളരെ ഡിസോറിയൻറ്റഡ് ആയിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും മൂത്താവധി എന്ന് പറയും. എന്താ പറയുക, നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല. ഭയങ്കര കുറേ നേരം എന്നുവെച്ചാൽ ആ ഒരു നോർമൽ കോഴ്സിൽ വരാതാണ് പുറത്ത് വന്നത്. അതേസമയം പൂർണ്ണമായി രാവിലെ എഴുന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. REM എല്ലാം കഴിഞ്ഞാൽ ഒരു സൈക്കിള് പുറത്താക്കി. ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. എന്തിനാ ഈ ഉറക്കം എന്ന് പറയുന്ന സാധനം എന്താണ് ശരിക്കും? ഉറക്കം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ജീവികളൊക്കെ ഹൈബർനേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിന് ഭയങ്കര അതിശൈത്യം വരുമ്പോൾ പുറത്തു പോയി ഭക്ഷണം നേടുകയോ ഇര പിടിക്കുകയൊന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അത് ഗുഹയിലൊക്കെ കയറി ഇരുന്നിട്ട് 6 മാസം അതൊന്നും ചെയ്യില്ല. ഹൈബർനേഷനാണ്. അപ്പോൾ അതിൻ്റെ തലച്ചോറ് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടിവിറ്റിയും വളരെ ലോ ആണ്. അപ്പോൾ ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ വളരെ കുറച്ചളവ് ഭക്ഷണം മാത്രം മതിയാണ്. നമ്മളെ ഒരു കമ്പ്യൂട്ടർ സേഫ് മോഡിലിടില്ലേ, സേഫ് മോഡിലിടുന്നത് പോലെയാണ് നമ്മൾ ഒരു ജീവി അതിൻ്റെ റിസോഴ്സസ് കീപ്പ് ചെയ്യാനായിട്ട് അതിനെ ഹൈബർനേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറ്റവും കുറഞ്ഞ പവർ അപ്പോൾ ആവശ്യമുള്ളൂ, പവർ സപ്ലൈ ആവശ്യം കുറവ്. അതേ കണക്ക് ജീവി ഇടുന്നത് പോലെ നമ്മൾ ആ ഹൈബർനേഷൻ്റെ ഡെയിലി വേർഷനാണ് സ്ലീപ്പ്. ഹൈബർനേഷൻ്റെ ദൈനംദിനമുള്ള ഒരു പതിപ്പാണ് സ്ലീപ്പ്. അതിൻ്റെ സംഗതി ഒന്ന് തന്നെയാണ്. അവിടെ മസ്തിഷ്കം വളരെ കുറച്ച് ശരീരത്തിന് ഊർജ്ജമേ ചിലവഴിക്കുന്നു. ടേക്കിംഗ് റെസ്റ്റ്, അതാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ പലതരം സ്ലീപ്പുകളുണ്ട്. അത് നമ്മളുടെ ഒരു വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ക്രമേണയാണ് നമ്മൾ ഉറക്കത്തിലേക്ക് വരുന്നത്. ഉണർന്നു വരുന്നതും ആദ്യം ഈ റമ്മിൽ പോയിട്ട്, ഡീപ്പായിട്ടുള്ള റമ്മിൽ പോയിട്ട് ഉടനെ നമ്മൾ ഉണരുകയല്ല. നമ്മൾ വീണ്ടും സെക്കൻഡ് സ്റ്റേജിലേക്ക്, നോൺ റമ്മിലെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും, പിന്നെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് വരും, പിന്നെ ഉണരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പുറത്ത് വരുന്നത്. ഇനി ഇത് ഓരോ ഘട്ടത്തിനും എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മസ്തിഷ്കത്തിൻ്റെ ഇമേജിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ഘട്ടത്തിൽ മസ്തിഷ്കം പുറപ്പെടുവിക്കുന്ന ചില തരംഗങ്ങളുണ്ട്. ആ തരംഗങ്ങളായിരിക്കില്ല പിന്നെ പുറപ്പെടുവിക്കുന്നത്. അതിപ്പം ഡെൽറ്റ, ബീറ്റ, ആൽഫ എന്ന് പറയുന്ന ഓരോ തരംഗങ്ങളുടെയും ആവൃത്തി അനുസരിച്ച് തിരിച്ചറിയാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന സമയത്ത് ഇന്ന തരംഗം വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഇന്ന അവസ്ഥയിലാണ്, ഇന്ന ആക്ടിവിറ്റി ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഘട്ടങ്ങളായിട്ട് സ്ലീപ്പിൻ്റെ ഘട്ടങ്ങൾ. അപ്പോൾ നമ്മളെ ഭാരതീയ സാഹിത്യം അനുസരിച്ച് ബോധത്തിന് 4 അവസ്ഥ ചതുഷ്പാദം എന്ന് പറയുന്നുണ്ട്. അതായത് ജാഗ്രത, ഈ അവസ്ഥ, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന് പറയുന്ന 4 അവസ്ഥകൾ പറയുന്നുണ്ട്. ഈ തുരീയത്തിൽ യാതൊരു മെൻ്റൽ ആക്ടിവിറ്റിയും ഇല്ല. ആ തുരീയ അവസ്ഥയിൽ കണ്ടെത്തിയ വെളിപാടുകളാണ് ഋഷിമാർ ഈ ബ്രഹ്മാണ്ടമൊക്കെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ ഇതും 4 അതും 4 എന്ന് പറഞ്ഞ് ചില കപടശാസ്ത്രക്കാർ വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യമില്ല. ഇത് 5 ആയിരുന്നു, ഇപ്പോൾ 3 ഇപ്പോൾ 2 കുറിച്ചാണ് പറയുന്നത്. എത്ര വേണമെങ്കിലും ആക്കാം. പക്ഷേ ഈ തുരീയ അവസ്ഥ എന്ന് പറയുന്നൊരവസ്ഥ ഇതിനകത്ത് വരുന്നതേ ഇല്ല. എത്ര ആയാലും നമ്മുടെ മസ്തിഷ്കത്തിലെ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. തുരീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ശൂന്യമായ ഒരവസ്ഥയിലേക്ക് മസ്തിഷ്കം പോകുന്നേയില്ല. നിങ്ങൾക്ക് ബോധമില്ല എന്നുള്ളത് കൊണ്ട് മസ്തിഷ്കം പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥമില്ല. ഒരു മസ്തിഷ്കത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൽ നമ്മളുടെ പാൽപിറ്റേഷൻ, ഹൃദയം മിടിക്കലും ഇതേപോലെയുള്ള
ദൈനംദിനമായിട്ട് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മസ്തിഷ്കം ഇടപെടുന്നുണ്ട്. നമുക്കുള്ള ഒരു കാര്യം മാത്രമേ പോകുന്നുള്ളൂ, എന്താണ്? സ്വയംബോധം. സ്വയംബോധം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ നിരവധിയായിട്ടുള്ള ഫങ്ഷനിൽ ഒരെണ്ണം മാത്രമാണ്. ഒരെണ്ണം, ആ സാധനം മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതാണ് ഉറക്കത്തിൽ കാര്യമായിട്ട് പോകുന്നത്. ശൂന്യമായ അവസ്ഥ മസ്തിഷ്കത്തിന് ഇല്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഈ REM സംഭവിക്കുന്നതാണ്. ദ ബ്രെയിൻ ബിക്കംസ് മോർ ആക്റ്റീവ്, ബോഡി ബിക്കംസ് റിലാക്സ്ഡ് ആൻഡ് ഇമ്മൊബിലൈസ്, ഡ്രീംസ് ഒക്കെ, ഐസ് മൂവ്സ് റാഡ്ലി. ഇനിയാണ് ഈ കോമയും ബ്രെയിൻ ഡെത്തും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ മുമ്പേ പറഞ്ഞു, കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് ഒരാളിങ്ങനെ നിരന്തരമായി യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഡൈജഷൻ നടക്കുന്നുണ്ട്, സർക്കുലേഷൻ നടക്കുന്നുണ്ട്, ഡയാലിസിസ് നടക്കുന്നുണ്ട്, പാൽപിറ്റേഷൻ നടക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതായിട്ട് പോവാണ്. ഇനി ഈവൻ ഹാർട്ട് പ്രവർത്തന നിരതം അല്ലെങ്കിൽ ഹാർട്ട് ലങ് മെഷീൻ വെച്ചുകൊണ്ട് നമുക്ക് ഒരു രോഗിയെ നിലനിർത്താൻ പറ്റും. അതിന് വെന്റിലേറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്ത് രക്തം പമ്പ് ചെയ്ത് എത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ നേരം പ്രവർത്തിക്കും. അത് ഹൃദയമാണോ പമ്പ് ചെയ്ത് എത്തിക്കുന്നതെന്നൊന്നും ബ്രെയിൻ നോക്കില്ല. അതാണ്, മനസ്സിലല്ലേ? വെന്റിലേറ്ററിൽ നിന്നൊക്കെ പോയിട്ട് പലരും തിരിച്ചു വരുന്നവരുണ്ട്, ഡാമേജുകളോടെ തിരിച്ചു വരുന്നവരുണ്ട്, മരിച്ചു പോകുന്നവരുണ്ട്. പക്ഷെ എന്താ സംഗതി എന്ന് വെച്ചാൽ ബ്രെയിനെ സംബന്ധിച്ച് ഇവിടുന്ന് ഓക്സിജനും സാധനം അവിടെ കിട്ടുന്നുണ്ടെന്നേ നോക്കുക. അല്ലെ ഹൃദയമാണോ പമ്പ് ചെയ്യുന്നത്, ആരെങ്കിലും അടിച്ചു കൊടുക്കുകയാണെന്നുള്ളതൊന്നൊരു വിഷയമല്ല അവിടെ. നമ്മുടെ എല്ലാ ശരീരത്തെക്കുറിച്ചും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ശരീരത്തിന് നിങ്ങൾ ഈ പറയുന്ന ഒരു ബോധമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ വാക്സിൻ്റെ കാര്യത്തിൽ തന്നെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു വാക്സിന് ഒരു രോഗം ഉണ്ടാക്കുന്ന അണുക്കൾ ചെറിയ അളവിൽ മരിച്ച രീതിയിലോ അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്ത രീതിയിലോ കുത്തിവെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ അളവിലുള്ള ആ മരുന്ന് കുത്തിവെക്കുമ്പോൾ പെട്ടെന്ന് അതിനുള്ള പ്രതിരോധം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് പിന്നീട് ആ രോഗം വരികയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ്. അത് ചിലപ്പോൾ ഡീആക്ടിവേറ്റ് ഡെഡായിട്ടുള്ള സാധനമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ചത്ത പാമ്പിനെ കാണിച്ചാലും നമ്മൾ പേടിച്ചു പോകും, അല്ലേ? ജീവനുള്ളതാണോ എന്ന് നമ്മൾ നോക്കത്തില്ല. അതേ കണക്ക് തന്നെയാണ് ഒരു അണു, അത് ചത്ത അണു വന്നാലും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ നിരനിരയായിട്ട് ശൃംഖലാ പ്രവർത്തനം നടത്തി പ്രതിരോധം നടത്തും. അതാണ് ഈ വാക്സിൻ്റെ ഒരു അടിസ്ഥാനം. അത് നാച്ചുറലായിട്ടുള്ള പ്രതിരോധം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ പ്രകൃതിയെത്താൻ നമുക്കൊരു രോഗം വരുന്നു, അതിനെതിരെ പ്രതിരോധം ഉണ്ടാകുന്നു, നമ്മൾ പുറത്തു വരുന്നു. ഇത് തന്നെയാണ് വാക്സിനിൽ നടക്കുന്നത്. വാക്സിനിൽ വളരെ ചെറിയ അളവ് മാത്രമേ ഉള്ളൂ, പെറ്റുപെരുകാത്ത അവസ്ഥയിലുള്ളതാണ്, പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്യും. മറ്റേത് വലിയ അളവിലാണ്, പെറ്റുപെരുകുന്നവയാണ്, ഡേഞ്ചറസ് ആണ്, നമുക്ക് പ്രശ്നമുണ്ടാവും. അതാണ് വാക്സിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പം ഇത് തന്നെ ഒരു വിഷയമുണ്ട്. ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്കെതിരെ തന്നെ തിരിയാം. അതായത് പുറത്തുനിന്ന് വരുന്ന ഒരു അണുവിനെ പാതജനായിട്ട് ശരീരം കാണണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ സ്വന്തം ശരീരത്തിലുള്ള പദാർത്ഥങ്ങളും ബാക്ടീരിയകളും അണുക്കളും, നമ്മളെല്ലാം ബാക്ടീരിയകളുടെ ഒരു സംഘാതമാണ്. നമ്മൾ എന്നിട്ട് മൊത്തം എത്ര ശരീരകോശങ്ങളുണ്ടോ അതിൻ്റെ 100 ഇരട്ടി ബാക്ടീരിയകളാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്. ഗട്ടെന്ന് പറയുന്ന ഒരൊറ്റ ഈ അന്നനാളം മുതൽ മലദ്വാരം വരെയുള്ള ആ ഭാഗത്ത് തന്നെ മൊത്തം ശരീരകോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയകളുണ്ട്. ഈ ഭൂമിയുടെ തന്നെ മുഴുവൻ ജീവികളുടെ കോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി ബാക്ടീരിയകളാണ്. ഇത് ബാക്ടീരിയകളുടെ പ്ലാനറ്റാണിത്. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ബാക്ടീരിയകളുടെ ഒരു ഗേഹം. നിങ്ങളിപ്പോൾ കൈ തുടച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാലും കോടിക്കണക്കിന് ബാക്ടീരിയയുടെ കോളനിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇതിൽ പല ബാക്ടീരിയകളും നമുക്ക് വളരെ ആവശ്യമുള്ളവയാണ്. അണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കപ്പെടേണ്ടവ എന്നുള്ള അർത്ഥമല്ല. നമുക്ക് ഹിതകരമായ, ഉദാഹരണമായിട്ട് ഡൈജഷൻ നടക്കുന്നു. നിങ്ങൾ ഈ കഴിക്കുന്ന സാധനമൊക്കെ ദഹിപ്പിക്കാൻ ആസിഡുകൾ മാത്രമല്ല, ബാക്ടീരിയകൾ പണിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ. നിങ്ങളുടെ വയറിൽ വിരകളുണ്ട്, കണ്ടിട്ടില്ല? നിങ്ങൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അവർ പുറത്തു വരുന്ന വിരകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ജീവികൾ നിങ്ങളോടൊപ്പം ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരം ഒരു ജൈവ വ്യവസ്ഥയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അണുക്കളും ബാക്ടീരിയകളും വൈറസുകളും വിരകളും ഒക്കെ ജീവിക്കുന്ന ഒരു വലിയ ഒരു ആൽമരത്തോട് ഉപമിച്ച് കഴിഞ്ഞാൽ കിളികളും ഓന്തും പുഴുവും എല്ലാം അതിനകത്തുണ്ടാവും. അതേ കണക്ക് നമ്മൾ മാത്രമായിട്ട് ജീവിക്കുകയല്ല. വി ആർ ആക്ച്വലി എ ലൈഫ് സിസ്റ്റം, ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ സ്വന്തം ബാക്ടീരിയയെ തിരിച്ചറിയാൻ ശരീരത്തിന് കഴിയാതെ വന്നു കഴിഞ്ഞാൽ ആ ബാക്ടീരിയ ശരീരം ആക്രമിക്കും. അങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാകുന്നത്.
ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പറഞ്ഞാൽ വലിയ ദുരിതമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ശരീരം പ്രതിരോധ ഭടന്മാർ സ്വന്തം ഭടന്മാരെ തന്നെ വെട്ടി വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇതൊക്കെ വാക്സിൻ താത്വികമായി ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാത്യു അർണോൾഡ് തന്നെ പറയുന്നുണ്ട്, വി ആർ സെപ്റ്റ് വിത്ത് കൺഫ്യൂസ്ഡ് അലാംസ് സ്ട്രഗിൾ ആൻഡ് ഫ്ലൈറ്റ് വെയർ ഇഗ്നറന്റ് ആർമീസ് ക്ലാഷ് ബൈ നൈറ്റ് എന്ന് ഡോവർ ബീച്ചിൽ അർണോൾഡ് പറയുന്നുണ്ട്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കൺഫ്യൂസ്ഡ് അലാംസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ഫ്ലൈറ്റ്, തെറ്റായിട്ടുള്ള സമരാഹ്വാനങ്ങളും യുദ്ധകാഹളങ്ങളുമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? വി ആർ ഇൻ ഡാർക്ക്, ഓൺ എ ഡാർക്ക്ലിംഗ് പ്ലെയിൻ വി ആർ ലിവിങ്. നമ്മൾ എഴുന്നേറ്റ് ഇന്ന് യുദ്ധം ചെയ്യുകയാണ്. എങ്ങനെയാണ്? സെപ്റ്റ് വിത്ത് കൺഫ്യൂസ്ഡ് അലാംസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ഫ്ലൈറ്റ് വെയർ ഇഗ്നറന്റ് ആർമീസ് ക്ലാഷ് ബൈ നൈറ്റ്. ഇരുട്ട് കാരണം നമ്മൾ ആരെ കൊല്ലുന്നതെന്ന് അറിയുന്നില്ല. ഇന്നത്തെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് അർണോൾഡ് പറയുന്ന ഒരു സാധനമാണ്. ഇത് തന്നെയാണ് ഈ ശരീരത്തിന് സംഭവിക്കുന്നത്. സ്വന്തം ഇതിനെ തന്നെ അത് കൊല്ലും. നിങ്ങളൊരു ശരീരം മാറ്റി, ഒരു അവയവം മാറ്റി വെക്കുമ്പോഴും ഈ പ്രശ്നം വരും. അവയവം മാറ്റി വെക്കുമ്പോൾ ശരീരം എടുത്ത് ദൂരെ കളയത് വേറെ ആരെങ്കിലും. അതാണ് നമ്മൾ ഈ രക്തബന്ധം ഒക്കെ ഏറ്റവും അടുത്ത ആളിൽ നിന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം. റെസിസ്റ്റൻസ് കുറവായിരിക്കും. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ ഡയല്യൂട്ട് ചെയ്യുക, സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻ കുത്തിവെച്ചിട്ടാണ് ഈ സാധനം നമ്മൾ മാറ്റിവെക്കുന്നത്. അത് കുറേ ദിവസം കഴിഞ്ഞ് ശരീരം കളിപ്പിക്കപ്പെടും. അതായത് ഇത് എൻ്റെ അവയവം തന്നെയാണെന്ന് വർക്ക് ചെയ്താൽ ഓക്കെ. അല്ലെങ്കിൽ ശരീരം ശരിക്കും ഒരു ബന്ധമില്ലാത്ത ആളുടെ ആണെങ്കിൽ പല ബുദ്ധിമുട്ടുണ്ടാവും. ശരീരത്തിൻ്റെ ഒരു മെക്കാനിസമാണ്. അപ്പോൾ ശരീരത്തെ കളിപ്പിക്കാന്നുണ്ടെങ്കിൽ ശരീരം ആ അവയവമായിട്ട് മുന്നോട്ട് പോയിക്കോളും. നമുക്ക് കളിപ്പിക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിനെ നമുക്ക് കളിപ്പിക്കാം, ശരീരത്തെ കളിപ്പിക്കാം. ഇതൊന്നും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അണ്ണൻ ഇതിനകത്തൊന്നും ഇല്ല. ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് പോകുന്നത്. ഓൾ കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. പക്ഷെ നമുക്കൊരു ബോധമുണ്ട് എന്നുള്ള രീതിയിലുള്ള സാധനം ഇത് സ്കാനിങ്ങിൽ വഴി ഒരാളുടെ ഉണ്ട്. നോർമൽ കോൺഷ്യസ്നെസ് ഉള്ള ഒരാളുടെ, അല്ലെന്നല്ല കാർഡിയാക് അറസ്റ്റ് വന്ന ഒരാളുടെ, ബ്രെയിൻ ഡെത്ത് വന്ന ഒരാളുടെ ഇമേജിങ് ഇത് കണ്ട് ഏത് പൊട്ടനും തിരിച്ചറിയാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞതാണ് ബ്രെയിൻ ഡെത്തിൻ്റെ കാര്യം. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഞാൻ അതിന് കൂടുതൽ ഇത് പറയുന്നില്ല. പക്ഷേ വളരെ സാധ്യമാണ്. അത് പലപ്പോഴും നമ്മൾ നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യുന്നോണം തന്നെ നിങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തെത്തിക്കാം. അത് പ്രശ്നം വെച്ചാൽ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. മറിച്ച് നിങ്ങൾക്ക് ഓട്ടോ സജഷൻ വഴിയും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പുറത്ത് നിങ്ങളെ സീലിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടും നിങ്ങളിവിടെ കിടക്കുന്നതായിട്ടും ഒക്കെയുള്ള ഇത് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയും. ഇത് സ്വയം ഉണ്ടാകണമെന്നില്ല. പല ഓപ്പറേഷൻ തിയേറ്ററിൽ ഭയങ്കരമായിട്ടുള്ള അനസ്തേഷ്യ കഴിഞ്ഞ് പുറത്ത് വരുന്ന രോഗികൾ, ഓപ്പറേഷനിലൂടെ കടന്നു പോകുന്ന രോഗികൾ, ഇവർക്കെല്ലാം തന്നെ തനിക്ക് പുറത്ത് നിൽക്കുകയാണ്, താൻ ഇവിടെ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള അതെല്ലാം ഒരു തലച്ചോറിൻ്റെ ഒരു കെമിക്കൽ ആയിട്ടുള്ള ചില എന്താ പറയുന്നത് ഫ്ലക്ച്വേഷൻസ് ആണ് ഈ ഒരു ബോധം ഉണ്ടാക്കുന്നത്. ഞാനങ്ങ് പുറത്ത് പോകുന്നു. അല്ല, ഞാൻ ഈ ക്ലച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ പിടിക്കുന്നത്? ഈ ക്ലച്ച് വിടുമ്പോഴാണ് ക്ലച്ച് ഉണ്ടാകുന്നത്. ക്ലച്ച് പിടിക്കുമ്പോൾ ക്ലച്ച് ഇല്ല. മനസ്സിലായേ? അപ്പോൾ നിങ്ങൾ ക്ലച്ച് പിടിക്കുകയാണ്. അപ്പോൾ വണ്ടി നിങ്ങൾ തമ്മിൽ ബന്ധമില്ല. ഇത് തലച്ചോറിൻ്റെ കുട്ടിക്കളിയാണ്. ഇതൊക്കെയാണ് ഭയങ്കര ആത്മീയ അനുഭവമായിട്ട് പറയുന്നത്. എനിക്ക് പുറത്ത് നിന്നു, പുറത്തു പോയി, ഇങ്ങനെയൊക്കെയാണ് തുര്യമൊക്കെ ആയിട്ട് ആളുകൾ കണ്ടിട്ടുള്ള കേസുകളൊക്കെ ഈ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊന്നുള്ളതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. മരിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള എക്സ്പീരിയൻസ് എന്നാണ് ആളുകൾ പറയുന്നത്. ആസന്ന മരണ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ചിലപ്പം ഞാൻ ഈ ക്ലിനിക്കൽ ഡെത്തിനെ കുറിച്ച് പറഞ്ഞു. ഹാർട്ട് ഫെയില്യൂറും അല്ലെ ഹാർട്ട് അറ്റാക്കും ബ്രെയിൻ ഡെത്തും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞു. ആ വ്യത്യാസ സമയത്ത് ചിലപ്പോൾ ഒരു മിനിറ്റ് കിട്ടുമ്പോൾ ഹാർട്ട് മുഴുവൻ പോയി, മരിച്ചു കഴിഞ്ഞു, പക്ഷെ ബ്രെയിൻ മരിച്ചിട്ടില്ല. അപ്പോഴും ബ്രെയിനിൽ ആക്ടിവിറ്റി ഉണ്ടാവും, അവർക്ക് അനുഭവങ്ങളുണ്ടാവും. അവർ പിന്നെ തിരിച്ചു വരുന്നതെന്നിരിക്കട്ടെ, ഹാർട്ട് ലങ് മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് എങ്ങനെയോ തിരിച്ചു വരുന്നു. അപ്പോൾ അവർ പറയും, ഞാൻ മരണത്തെ മുന്നിൽ കണ്ടു, ഞാൻ അത് കണ്ടു, ഇത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന ആൾ. ഈ അടുത്ത ഒരു ഭയങ്കര തമാശയാണ്, മരിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന ആൾ എന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്നാം തരം തട്ടിപ്പാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന ആളെന്ന് ഒരാളെ പറയുകയാണെങ്കിൽ അയാൾ മരിച്ച് 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി. ഈ മരണം കഴിഞ്ഞ് 1-2 മിനിറ്റോ സെക്കൻഡോ ശേഷം ഇവിടെയുള്ള തുടുപ്പുകളും ഇലക്ട്രിക് വൈബ്രേഷനും ഒക്കെയാണ് ഇവരിത് പറയുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞ ആർക്കെങ്കിലും തിരിച്ചു വരാൻ കഴിവുണ്ടെങ്കിൽ ദേ ആർ മോസ്റ്റ് വെൽക്കം. എന്തിനാ അവർ 5 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞുള്ള കാര്യം പറയുന്നത്? 2 ദിവസം കഴിഞ്ഞുള്ള കാര്യം പറ. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു, ഞാനാണ് ഇന്നലെ മരിച്ചത്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടപ്പ് എന്ന് പറഞ്ഞ് മരിക്കുന്നില്ല. നമ്മുടെ ഹൃദയം നശിക്കുമ്പോൾ തന്നെ തലച്ചോറ് നശിക്കുന്നില്ല. തലച്ചോറിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും.
ഇതിനെയാണ് നമ്മൾ പലരും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറയുന്ന താനൊരു ഗുഹയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നെന്നോ, ഒരു വലിയൊരു കുഴിയിലേക്ക് ഇറങ്ങി വീഴുന്നെന്നോ, ഭയങ്കര ഇരമ്പലുണ്ടാകുന്നെന്നോ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് എല്ലാവരും പറയുന്നത്. ഇത് നമ്മളെ തലച്ചോറ് നമ്മളെ കാണിപ്പിക്കുന്ന അല്ലെങ്കിൽ റെസിഡൽ ആയിട്ടുള്ള ചില ഇമേജറീസാണ്. ഇത് അത് മരിക്കണമെന്നില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒരിക്കലും മരിച്ചു കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് അല്ല, മറിച്ച് ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അവർ മരിച്ചിട്ടില്ല അപ്പോൾ പൂർണ്ണമായിട്ട്. അവർ ക്ലിനിക്കലായിട്ടോ സാങ്കേതികമായിട്ടോ അവർ മരിച്ചിട്ടുണ്ട്, പൂർണ്ണമായി മരിച്ചു കഴിഞ്ഞിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 സെക്കൻഡ് 2 സെക്കൻഡ് കഴിഞ്ഞുള്ള ആ തുടുപ്പും അനക്കവും. ചിലർ മരിച്ചു കഴിഞ്ഞ് നമ്മൾ കവറിനകത്ത് അല്ലെങ്കിൽ പെട്ടിക്കകത്ത് വെക്കുമ്പോഴായിരിക്കും കുറേ ഒരു ഞെട്ടലൊക്കെ കാണുന്നത്. അങ്ങനെയൊക്കെ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അതൊന്നും അല്ല സാധനം. നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞ് വന്നാൽ പോരെ. എന്തിനാണ് അത് കഴിഞ്ഞുള്ള ഒരു ഇച്ചിരി ഇത് നോക്കുന്നതെന്നുള്ളതാണ് വിഷയം. ആൻഡ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സമ്മറി ഇതാണ്, യു ആർ എ പ്രോസസ്. നമ്മളെന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രക്രിയയാണ്. അനന്തമായ ജൈവ രാസ പ്രവർത്തനങ്ങളുടെ ഒരു പ്രക്രിയയാണ് ഓരോ മനുഷ്യനും. ആ പ്രക്രിയയിലുണ്ടാകുന്ന വിള്ളലുകളും ക്രമക്കേടുകളുമാണ് നമ്മുടെ രോഗങ്ങളും അസ്വസ്ഥതകളും. ഓൾ കെമിക്കൽ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു നമുക്കുള്ള സ്വയംബോധം എന്ന് പറയുന്നത്, അല്ലെ ഞാനെന്നുള്ള യുവർ സെൽഫ്, അല്ലെ നോ യുവർ സെൽഫ് എന്ന നമ്മളെന്നുള്ള ബോധം എന്തുകൊണ്ടാണ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോധം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതായിട്ട് പരിണാമത്തിൽ തെളിഞ്ഞു. ഗുണങ്ങളുള്ളവയെ സെലക്ട് ചെയ്യാൻ പരിണാമത്തിൽ നല്ല സാധ്യതയുണ്ട്. അതായത് ഞാൻ ആ പൂച്ചയുടെ എലിയുടെയും കാര്യം പറഞ്ഞു. ആ സെൽഫ് എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് എലിക്കും പൂച്ചയ്ക്കും അവിടെ എങ്ങനെ വർത്തിക്കാൻ കഴിയുന്നത്. നമ്മൾക്കും അത് ഗുണകരമാണ്. അങ്ങനെ ഈ സെൽഫിനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് യുവർ ബ്രെയിൻ. പിന്നെ അതുപോലെ മൈൻഡ്. ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചക്കയും മാങ്ങയൊന്നും ഇല്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമാണ് മനസ്സ്. മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ്. അല്ലാതെ മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനമോ ബുദ്ധി എന്ന് പറഞ്ഞ വേറൊരു സാധനമോ ചിത്തം എന്ന് പറയുന്ന വേറൊരു സാധനമോ ഒന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പരിധിയാണ്. മൈൻഡ്, മനസ്സുണ്ട്, ചിത്തമുണ്ട്, ബുദ്ധിയുണ്ട്. ആത്മാനാം രതിനാം വ്യത്തി ശരീരം രഥമേവതു എന്നൊക്കെ പറഞ്ഞ് വരികളുണ്ട്. ബുദ്ധി തു സാരഥിയും വ്യത്തി മനഃപ്രഗ്രഹമേവജ ഇന്ദ്രിയാനി ഹയന്യാഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷന. ഒരു രഥത്തോട് ആണ് കഠോപനിഷത്തിൽ ഉപമിക്കുന്നത്. ഇന്ദ്രിയാനി ഹയന്യാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങൾ, 5 കുതിരകൾ. 4 കുതിര യഥാർത്ഥത്തിൽ അർജുനന്റെ തേരിന് 4 കുതിരയേ ഉള്ളൂ. അത് വേറെ കാര്യം. അഗ്നിദേവന് മഹാഭാരതത്തിൽ അർജുനന് ഒരു തേര് കൊടുക്കുമ്പോൾ അതിൽ 4 കുതിരയേ ഉള്ളൂ. പക്ഷെ കഠോപനിഷത്തിൽ 5 കുതിരയെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ അണ്ണന്മാർ ഗീതാശ്ലോക ക്യാമ്പൊക്കെ നടത്തുമ്പോൾ 5 കുതിരയാണ് വരച്ചു വെക്കുന്നത്. കാര്യം 5 കുതിര ഉണ്ടെങ്കിൽ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് മൊത്തത്തിലൊരു സിമ്മട്രി ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? കഥയനുസരിച്ച് അത്രേ ഉള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, പോട്ടെ, എല്ലാം കഥയാണല്ലോ. അപ്പം ആത്മാനാം രതിനാം വിത്തി, ആത്മാവാണ് സഞ്ചാരി. ബുദ്ധി തു സാരഥിയും വിത്തി, ബുദ്ധി എന്ന് പറയുന്ന സാധനമാണ് രഥം നയിക്കുന്ന ആള്. ഇതൊക്കെ ഓരോന്ന് വെച്ചാൽ ബുദ്ധി വേറെയാണ്, ആത്മാവ് വേറെയാണ്. ഇതൊക്കെ ഓരോരോ പഴയ ഇതിൻ്റെ ഒരു സ്കാനിങ്ങും ഇല്ലാതെ പണ്ടത്തെ ആൾക്കാർ എന്തൊക്കെയോ തോന്നിയ പോലെ വാരി വലിച്ചെഴുതിയ സാധനം അല്ലാതെ ഇന്നത്തെ ശാസ്ത്രപരമായിട്ടുള്ള ഇതുമായിട്ടും യാതൊരു ബന്ധവും ഇല്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ശരിയാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പലർക്കും ഉള്ളത്. പക്ഷെ ശരിയായ കാര്യങ്ങളിൽ വിശ്വസിക്കണമെന്നുള്ള ഒരു നിർബന്ധമായിരിക്കണം ഒരു സ്വതന്ത്ര ചിന്തകനുണ്ടാവും. ഞാനിത് വിശ്വസിക്കുന്നു അതുകൊണ്ട് ശരിയാകണമേ എന്നൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പണ്ടേ വിശ്വസിക്കുന്നു, എൻ്റെ അപ്പനപ്പന്മാർ വിശ്വസിക്കുന്നു അതുകൊണ്ട് ശരിയാകണേ, അതൊരാഗ്രഹമാണ്. ദാറ്റ്സ് ഓൺലി യു വാണ്ട് ടു ഡു ദാറ്റ്, ദാറ്റ്സ് ഓൺലി. ഇനി മറ്റൊന്നുള്ള ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഇവല്യൂഷണറി ഗ്രോത്ത്. ആത്മബോധം എന്ന് പറയുന്നതും സെൽഫ് എന്ന് പറയുന്നതും ഒരു ദിവസം എന്ന് വന്നതല്ല. അതിന് പരമ്പരയായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. ആൻഡ് ഇറ്റ് ടേക്സ് ടൈം ടു ബിക്കം ഫുള്ളി ഓപ്പറേഷണൽ. അല്ല, രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ, ഞാൻ ഈ ട്രെയിനകത്തൊക്കെ കിടക്കുമ്പോഴേ ഞാൻ സാധാരണ ഇതിൽ 3 സ്ഥലങ്ങളിലാണ് ഉറങ്ങുക. ഒന്ന്, എനിക്ക് കൊട്ടാരക്കര ഒരു വീടുണ്ട്, ചങ്ങനാശ്ശേരി ഒരു വീടുണ്ട്, പിന്നെ ട്രെയിൻ. അപ്പം ഉറങ്ങിക്കഴിഞ്ഞ് ഞാനൊരു അല്പം ഒരു മിനിറ്റ് ഒന്ന് നോക്കിയത് എവിടെയാണ്, അവിടെയാണോ ഇവിടെയാണോ അതോ ട്രെയിനിലാണോ എരിച്ച്. ഞാൻ ഫുള്ളി കോൺഷ്യസ് ആയിട്ടല്ല, ഞാൻ ആ കോൺഷ്യസ്നെസ്സിലേക്ക് ഞാൻ വരികയാണ്, ക്രമേണ വരികയാണ്. എങ്ങനെയാണോ സൂര്യൻ ഉദിച്ചുയരുന്നത്, സൂര്യൻ ഉദിക്കുമ്പോഴേ ഭയങ്കര വെട്ടമാണോ? അല്ല, മെല്ലെ മെല്ലെ അരിച്ചരിച്ചരിച്ചരിച്ച് നമ്മളുടെ ബോധത്തിനും അങ്ങനെ ഒരു സാധനം ഇങ്ങനെ വന്ന് സെറ്റ് ചെയ്യാം.
ജീവിതവും അതേപോലെ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ OB, അതുപോലെ തന്നെ ND, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ബേസിക്കലി ന്യൂറോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, അത്രേ ഉള്ളൂ. അതിനപ്പുറമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വെൻ യു ആർ സൂപ്പർ യു ആർ കൺട്രോൾഡ് ബൈ അതേഴ്സ് ആൻഡ് അതർ തിങ്സ്. നമ്മൾ രാവിലെ പറഞ്ഞു, നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് പുറത്തുള്ളവയും പുറത്തുള്ളവരുമാണെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോത്ത് പോലെ ആയിരിക്കും. നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളോട് ആത്യന്തികമായി നിങ്ങൾ ആദരവ് രേഖപ്പെടുത്തുകയാണ്. അതാണ് വെൻ യു ആർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർസ്റ്റീഷ്യസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് സൂപ്പർ. ഇസ് കൺട്രോൾഡ് ബൈ അതേഴ്സ് ആൻഡ് അതർ തിങ്സ്. വെൻ യു ആർ റാഷണൽ യു ടെൻ ടു കൺട്രോൾ യുവർസെൽഫ്. നിങ്ങളെ നിയന്ത്രിക്കും. നിങ്ങളുടെ ഒരു സൂപ്പറായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മകൻ പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം കണ്ടെത്താനായിട്ട് നിങ്ങൾ ജ്യോതിഷിയുടെ പിന്നെ പോയിരിക്കും. അവൻ്റെ ഗ്രഹത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഗ്രഹനിലയിൽ അവൻ ഒരു സാധനം പറഞ്ഞു തരും. നിങ്ങൾ അവന് പൈസ കൊടുക്കും. അടുത്ത തവണ വീണ്ടും ഭർത്താവിൻ്റെ കുടി, നിങ്ങൾ വീണ്ടും അവൻ്റെയൊക്കെ പോകും. അവൻ്റെ തിണ്ണേന്ന് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാവും. പിന്നെ ജ്യോതിഷ രത്നം, ജ്യോതിഷ ലഹരി, ഇതെല്ലാം വാങ്ങിക്കും. പിന്നെ ജ്യോതിഷനോട് ചോദിക്കാം, ജ്യോതിഷനോട് പറയാം, കേൾക്കാം, ഇങ്ങനെയുള്ള പരിപാടികൾ കാണും. പിന്നെ സ്വന്തമായി ജ്യോതിഷം പ്രാക്ടീസിങ് തുടങ്ങും. ഇതെല്ലാം ഒന്നാന്തരം ട്രാപ്പുകളാണ് എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷം വഴിയോ വാസ്തു വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയോ നമ്മൾക്കൊരു അനുഭവം ശരിയാണ് എന്ന് തോന്നുന്നത് അത് ജ്യോതിഷം ശരിയായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ബ്രെയിനിലാണ് ഈ സാധനമെല്ലാം ഉള്ളത്. അതിനൊരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ജ്യോതിഷത്തിൻ്റെ വിശ്വാസികൾക്കെല്ലാം ജ്യോതിഷം ശരിയാണ്. കൈനോട്ടക്കാരുണ്ട്, അതാണ് ലോകത്ത് കുറച്ചുകൂടെ. കൈനോട്ടത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് കൈനോട്ടത്തിൽ അച്ചട്ട് ഫലമാണ്. പറഞ്ഞ അതേ കണക്ക് നടന്ന ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട്. അതുണ്ടല്ലേ അവർ കൊണ്ട് നടക്കുന്നത്. ഇനി വെറ്റില ജ്യോതിഷമുണ്ട്. വെറ്റില നോക്കിയിട്ട് അതിൻ്റെ ഞരമ്പുകളും അതിൻ്റെ കട്ടകളും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഭാവി മൊത്തം പറയും. അതും കറക്റ്റാണ്. അക്ഷര ജ്യോതിഷമുണ്ട്. അക്ഷരം, നിങ്ങളുടെ പേരിൽ അക്ഷരം വെച്ച് ജയലളിത, ഒരു എയുടെ ചേർത്താൽ എന്ത് മാറ്റം ഉണ്ടാവും? എയുടെ ചേർക്കുന്നു മാറ്റം ഉണ്ടാവും. അക്ക ജ്യോതിഷമുണ്ട്. സംഖ്യ, നിങ്ങളെ ഓരോന്നിനും ഓരോ അക്ഷരത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് സംഖ്യകൾ വെച്ച് 100 കണക്കിന് 1000 ജ്യോതിഷങ്ങൾ ഈ ലോകമെമ്പാടുണ്ട്. ആഫ്രിക്കൻ കാട്ടുവർഗ്ഗക്കാരുടെ ഇടയിൽ അവരേതായ ജ്യോതിഷമുണ്ട്. ഇന്ത്യക്കാരുടെ ഇടയിൽ ജ്യോതിഷമുണ്ട്. ഇന്ത്യയിലെ രാഹുവും കേതുവും വെച്ചൊരു ജ്യോതിഷമുണ്ട്, അത് ശരിയാണ്. അവിടെ രാഹുവും കേതുവും ഇല്ലാത്ത ജ്യോതിഷമുണ്ട്, അതും ശരിയാണ്. ഇതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ജ്യോതിഷം ശരിയാകുന്നത് ഈ സോളാർ സിസ്റ്റം ഉള്ളത് കൊണ്ടോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ടോ അവരുടെ അയനങ്ങൾ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഒരു ഗ്രഹവും ഇല്ലെങ്കിലും ഒരു ഗോളവും ഇല്ലെങ്കിലും സൗരയൂഥം തന്നെ ഇല്ലെങ്കിലും ജ്യോതിഷം ശരിയാണ്. ജ്യോതിഷി പൈസ വാങ്ങിക്കും. കാര്യം ഇതൊന്നും ഇല്ലാതല്ലേ കൈനോട്ടക്കാരൻ പൈസ വാങ്ങിക്കുന്നത്, ഇതൊന്നും ഇല്ലാതല്ലേ സംഖ്യക്കാരൻ പൈസ വാങ്ങിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കസ്റ്റമേഴ്സിന് അതെല്ലാം ശരിയാന്ന് തോന്നില്ലേ? ശരിയല്ലെന്ന് ആണെന്ന് തോന്നുന്നില്ലെങ്കിൽ അവിടെ നിൽക്കത്തില്ലേ കച്ചവടം? ബ്രെയിൻ ഇവിടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അല്ലാതെ ഗ്രഹം വന്ന് നിങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള പാറക്കെട്ടുകളും ഐസ് ഖണ്ഡങ്ങളും ഒക്കെ ഐസ് കെട്ടുകളും ഒക്കെ നിങ്ങളുടെ ചുമ, ചൊറി, ചെരങ്ങ്, ശ്വാസം മുട്ടൽ മറ്റതൊക്കെ സ്വാധീനിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഒന്നിൽ നിങ്ങൾക്ക് സാരമായ എന്തെങ്കിലും തയ്യാറ് വേണം. എന്തുമാത്രമാണ് ഇത്രയും വലിയ വമ്പൻ ഗോളങ്ങളൊക്കെയാണ് നിങ്ങളുടെ മകളുടെ കല്യാണവും ഭർത്താവിൻ്റെ കുടിയും ഒക്കെ നിയന്ത്രിക്കുന്നതെന്ന്. ഔട്ട്റേജിയസ്. അത് വളരെ ഭീകരമായ ഒരു ചിന്തയാണ്. നിങ്ങൾ ആരാ മോൻ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ടാണ് ഇത്. അങ്ങനെ മനുഷ്യൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേര്, അക്ഷരം, അക്കം, ഇതെല്ലാം തന്നെ നിമിത്തങ്ങൾ. ഒരു പൂച്ച കുറുക്കയാടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താണ് പൂച്ച കുറുക്കടിയാൽ എന്താ അർത്ഥം? ആ പൂച്ചയ്ക്ക് എങ്ങോട്ടോ പോകണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് നിങ്ങളതിന് 1000 അർത്ഥങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ പറയും പൂച്ച എന്തായാലും കുറുക്കയാടി, എന്നാൽ ഇനി പോവാതിരിക്കുന്നതല്ല. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ഈ ഒരു കിളിയെ കണ്ടു കഴിഞ്ഞാൽ അടി കൊള്ളില്ല, അന്നത്തെ ദിവസം നല്ലതാണെന്ന് പറഞ്ഞ് ഒരു ദിവസം രാവിലെ ഒരു കിളിയെ മാത്രം കണ്ട് രണ്ടാമത്തെ കിളി വരാനായി കാത്തിരുന്ന് വൈകി സാറിൻ്റെ അടി വാങ്ങിച്ചിട്ടാണ് ഇതിൻ്റെ ഇതെല്ലാം മനസ്സിലാക്കി. ഇതൊക്കെ നമുക്ക് എന്തിലും വിശ്വസിക്കാൻ കഴിയും. ബിക്കോസ് യുവർ മൈൻഡ്, യുവർ ബ്രെയിൻ ഈസ് സച്ച് എ തിങ് ദാറ്റ് ഇറ്റ് ക്യാൻ ബിലീവ് എനിത്തിങ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ തന്നാൽ അതിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് ഡിങ്കനെ തന്നാൽ അതിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് യേശുവിൽ അത് വിശ്വസിക്കാം. കോടിക്കണക്കിന് മതങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠ, ഇതെല്ലാം വിശ്വാസമല്ലേ? ഇതെല്ലാം വർക്ക് ചെയ്യുന്നില്ലേ? വർക്ക് ചെയ്യും. നിങ്ങളൊരു കുട്ടയെടുത്ത് കമഴ്ത്തി വെച്ച് ദിവസവും പ്രാർത്ഥിച്ചാലും ഇത് തന്നെ സംഭവിക്കുക. എങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു സയൻസ് കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം.
നമ്മളെ കൈ നോക്കുക, അഞ്ച് വിരലുണ്ട്. ഇതൊരു 20%, 20%, 20%, 20% ഇങ്ങനെ 5ആയിട്ട് എടുക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആരോടോ പ്രാർത്ഥിച്ചു, അത് യേശുവിനോടോ വിഷ്ണുവിനോടോ അള്ളാഹുവിനോടോ ലിംഗനോടോ ആരോടും ഏത് ദൈവങ്ങളോട് വേണമെങ്കിലും പ്രാർത്ഥിച്ചു. നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മളുടെ ആവശ്യങ്ങൾ, ഉറപ്പായിട്ട് ആഗ്രഹങ്ങൾ, ഇതൊക്കെ പിന്നെ ഇതെല്ലാം പറയും. നമ്മളത് നമ്മളോട് തന്നെ പറയുന്നു, ദേവിയെ അത് ചെയ്യണേ ഇത് ചെയ്യണേ. അപ്പം നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട്. വേറെ ആരോ കേൾക്കുന്നതാണ് നമ്മുടെ ധാരണ. പക്ഷെ വി ആർ ടോക്കിംഗ് ടു അവർ സെൽസ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇതിൽ ഒരു 20% കാര്യങ്ങൾ, ഒരു വിരൽ ഞാൻ പറയും, 20% കാര്യങ്ങൾ നമ്മൾക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്നവയും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവയും സ്വയമേ നടക്കാൻ സാധ്യതയുള്ളവയും ആയിരിക്കും 20% കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് പശു ഗർഭിണിയാണ്, നമ്മൾ പറയും ദേവിയെ നല്ലൊരു കുട്ടിയെ തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാര്യം പശു ഓൾറെഡി റെഡിയാണ്. നിങ്ങൾ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോയിട്ട് പരീക്ഷ എഴുതുന്നു, നന്നായിട്ട് പരീക്ഷ എഴുതുന്നു, ജയിക്കാൻ പ്രാർത്ഥിക്കുന്നു, നടക്കാനുള്ള സാധ്യത കൂടുതലാണ് വളരെ സാധനം. ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാതെ പരീക്ഷ എഴുതാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ ഈ ഒരു 20% കാര്യങ്ങൾ സഹജമായും സാധ്യമായുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു, നടന്നു, 20%. അത് ഭയങ്കര ഇതാണ്. പിന്നെ ഒരു 20% ഉണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് നടന്നില്ല. ഒരു 10% DAക്ക് പ്രാർത്ഥിച്ചു, ഒരു 4% തന്നു. എന്തായാലും തന്നുല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത്, അതാണ് ഭാഗികമായിട്ട് ഒരു 20% കാര്യങ്ങൾ നടക്കും. അപ്പോൾ 40%. ഇനി ഒരു 20% ഉണ്ട്, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുകയോ വലിയ ഗുണമൊന്നുമില്ല. ചേമ്പലെ വെള്ളം ഒഴിച്ചോണം, അല്ലേ? ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചോണം. നമ്മൾ കിടന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു 20% ഉണ്ടാവും. ഇനി വേറൊരു 20%, ഈ 4ാമത്തെ വരിൽ 20% ഉണ്ട്. ഇതെന്താണ്? നമ്മൾ എന്തോ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ അതിന് എതിരായിട്ടാണല്ലോ കാര്യം നടക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അതിനെതിരായിട്ട് ഒരു അനുകൂലമല്ലാത്ത രീതിയിലാണല്ലോ വരുന്നതെന്ന് നമുക്ക് തന്നെ ഒരു തോന്നും, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ ഒരു 20% ഉണ്ടാവും. ഇനി ലാസ്റ്റ് 20% ഉണ്ട്, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. നിങ്ങൾ പറയാം അയൽക്കാരൻ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയൽക്കാരനെ അടുപ്പിച്ച് 2 ലോട്ടറി അടിക്കും. മനസ്സിലായില്ലേ? എന്ത് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. ഈ 5 അനുഭവങ്ങൾ, പൂർണ്ണമായി നടക്കുന്നവ, ഭാഗികമായി നടക്കുന്നവ, ന്യൂട്രലായിട്ട് നടക്കുന്നവ, ഏതാണ്ട് എതിരായിട്ട് നടക്കുന്നവ, പൂർണ്ണമായി എതിരായിട്ട് നടക്കുന്നത്, ഈ 5 അനുഭവങ്ങൾ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചവരൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ ആവശ്യങ്ങളും ഈ 5 ലിസ്റ്റിൽപ്പെട്ടവയല്ലേ എന്നൊന്ന് ചിന്തിച്ചു ആണ്. പക്ഷേ ഇത് മാത്രം എടുക്കാമെങ്കിൽ ആദ്യത്തെ 20% ഞാൻ പ്രാർത്ഥിച്ചു നടന്നു, അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും, അല്ലേ? അങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് അയാളൊരു വലിയൊരു ഐസിസുകാരനോ അല്ലെങ്കിൽ ഒരു മത തീവ്രവാദിയോ ആയെന്നിരിക്കും. അവൻ അത് സത്യമാണെന്ന് പറയും. ഈ 2 എടുക്കുക, ഭാഗികമായും പൂർണ്ണമായും. ചിലത് ഭാഗികമായി നടന്നത്, പൂർണ്ണമായി നടന്നു. അവൻ ഒരു സാധാരണ വിശ്വാസിയാവും. മൂന്നെണ്ണം പരിഗണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഒരു സംശയം, എന്തൊക്കെയോ ഉണ്ട്, ചിലതൊക്കെ നടക്കുന്നുണ്ട്, എന്നാൽ പോട്ടെ, തള്ളി വിടും. ഈ 4ാമത് ഇവിടെ പരിഗണിക്കുന്ന ഒരാൾ, അയാൾ ഒരു ഓൾമോസ്റ്റ് ഒരു അജ്ഞേയവാദി, ഒരു പല മാനവികവാദി എന്നൊക്കെ പറഞ്ഞ് വിശ്വാസമേ ഇല്ലാത്ത ആ അവസ്ഥയിലൊക്കെ ആയിരിക്കും. ഇത് മൊത്തം പരിഗണിക്കുന്ന ഒരാൾ ഒരു എത്തീസ്റ്റായിട്ട് മാറും. മൊത്തം ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു കാര്യത്തിന് ഈ 5 സാധ്യതകളുണ്ടെന്ന് പരിഗണിക്കുന്നതിന് ഒരു നാസ്തികനായി മാറും. പക്ഷേ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ വിരൽ 5ആണ്. 1 ഉള്ളെന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം, 2 ഇങ്ങനെ, 3 ഇങ്ങനെ, 4 ഇങ്ങനെ. ഇതിപ്പോൾ നിങ്ങൾ ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കൊട്ട എടുത്ത് വെച്ച് ദിവസവും ഇങ്ങനെ 1 മാസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ മതി, അതിൻ്റെ വിവരം അറിയാൻ പറ്റും. 20% കാര്യങ്ങൾ നടന്നിരിക്കും. പക്ഷേ ആ 20% ഇത്തരം കാര്യങ്ങളായിരിക്കും. ആർക്കും പ്രാർത്ഥിച്ച് പറക്കാൻ പറ്റില്ല, മനുഷ്യന് പറ്റില്ല. ഇപ്പോൾ ഒരു ശരീരഭാഗം മുറിഞ്ഞു പോയി, ഈ ലോകത്തുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം കൂടി ഇരുന്ന് കൂട്ട പ്രാർത്ഥന നടത്താം 24 മണിക്കൂർ. ആ കൈ വളരണേ അള്ളാഹുവേ, ആ കൈ വളരണേ യേശുവേ, കൈ വളരണേ വിഷ്ണുവേ. കൈ വളരുമോ? ഇല്ല. പക്ഷേ ഈ ഒരു പ്രാർത്ഥന ഇല്ലാതെ ഒരു പല്ലിക്ക് ഇത് സാധിക്കും. മുറിഞ്ഞു പോയ സാധനങ്ങൾ വളർന്നു വേണം. പല്ലിയാണ് ജീനിൽ അതുണ്ട്, അത് ആക്റ്റീവാണ്. മനുഷ്യനെ എത്ര കിടന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്കും ഉണ്ടാ കഴിവ്, നമ്മുടെ കരളൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ വളർന്നു വരും, പക്ഷെ നമ്മുടെ കൈ വളരില്ല. അപ്പോൾ സഹജവും സാധ്യമായ കാര്യങ്ങൾ നടക്കും, അല്ലാത്ത കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. നടക്കുന്ന കാര്യങ്ങൾ വേറൊരു ലിസ്റ്റിൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ആ റഷ്യൻ പാട്ട് നിങ്ങൾ കേട്ടതുപോലെ, ഇത് ക്രിസ്തുവിൻ്റെ അനുഗ്രഹമാണ്.
അല്ലെ ഇത് കൃഷ്ണന്റെ അനുഗ്രഹമാണ് എന്ന് പറയും. ഇതാണ് വിശ്വാസവും മസ്തിഷ്കവുമായിട്ടുള്ള ഒരു ബന്ധം. നമ്മുടെ എല്ലാ വിശ്വാസവും നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രൊജക്ഷൻസ് മാത്രമാണ്. അതിന് ദൈവങ്ങൾ ജീവിച്ചിരുന്ന ദൈവങ്ങളാവണമെന്നൊരു നിർബന്ധമില്ല, മനുഷ്യനായിട്ടുള്ള ദൈവങ്ങളാവണമെന്ന് നിർബന്ധമില്ല, രൂപമുള്ള ദൈവങ്ങളാവണമെന്ന് നിർബന്ധമില്ല, ഇല്ലാത്ത രൂപം ഉള്ള ഒരു നിർബന്ധമില്ല. ഒരു ദൈവം ജീവിച്ചിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നിട്ടാണോ വിഷ്ണു ഇത്ര വലിയ ഹിറ്റായത്? അല്ല. ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന ദൈവത്തിന് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ എന്താണ്, ആ ദൈവം എപ്പോഴും മനുഷ്യന്റെ ഒരു മസ്തിഷ്കമായിരിക്കും. മനുഷ്യന്റെ കണക്ക് അസൂയ, പ്രേമം, പ്രണയം, ദേഷ്യം പ്രീണിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനമായിരിക്കും. അതിന് രൂപം ഉണ്ടാകാം, ഇല്ലാകാം, മരിച്ചതാകാം, ഉള്ളതാകാം, ജീവിച്ചിരുന്നാകാം, ഉണ്ടാകാം. പക്ഷെ അതൊരു മനുഷ്യനായിരിക്കും. ലോകത്ത് ഏത് ദൈവം എടുത്തു നോക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയുന്ന, മനസ്സിലാക്കുന്ന, ഇതുള്ള, നമുക്ക് അനുഗ്രഹിക്കുന്ന, ഇതെല്ലാം ഉള്ള ഒരു മസ്തിഷ്കമുള്ള ഒരു സൂപ്പർ മസ്തിഷ്കമുള്ള ഒരാളായിരിക്കും. അതാണ് ഈ ഞാൻ പറഞ്ഞ, നോട്ട് ഓൺലി യുവർ ഫെയ്ത്ത് ഈസ് സെറിബ്രൽ ബട്ട് ഓൾസോ യുവർ ഗോഡ് ഈസ് സെറിബ്രൽ. നിങ്ങളുടെ ദൈവവും ഒരു മസ്തിഷ്ക പ്രക്രിയയാണ്. എല്ലാ വിശ്വാസങ്ങളും തന്നെ, ജ്യോതിഷവും അങ്ങനെ തന്നെ. ഇനി ഇതൊന്നും പെടാത്ത ചില ആൾക്കാർ, ഈ വിശ്വാസികളെ നമുക്ക് പിന്നെ സഹിക്കാം, പിന്നെ ഒട്ടും സഹിക്കാൻ വയ്യാത്തവരാണ് ഈ ഞാൻ ആരാണ് അല്ലേ. പണ്ട് പപ്പു ഒരു സിനിമയിൽ പറഞ്ഞു, ഞാൻ ആരാണ്, നീ ആരാണെന്ന് നിനക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്കടാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോണം. ഈ ഞാൻ ആരാണെന്നുള്ള ചോദ്യം ഭയങ്കര ചോദ്യം. ഇത് പറഞ്ഞാണ് എല്ലാവരും നിങ്ങൾ എവിടുന്ന് വരുന്നു എന്നൊക്കെ ഓർത്ത് ചോദിക്കും. അപ്പോൾ വിചാരിക്കും ഇയാൾക്കറിയാം എവിടുന്ന് വരുന്നു. ചോദിക്കുന്ന ആൾക്ക് നമ്മൾ എങ്ങോട്ടുന്നോ അല്ലെ യാത്ര പുറപ്പെട്ട് വരികയാണ് അല്ലേ, നമ്മൾ പറയുന്നത് തന്നെ അല്ലയോ, അയാൾ യാത്ര ആയിട്ടോ, പോയിട്ടാ, ഇവിടെ ഒരാളുണ്ടായിരുന്നു, അയാളങ്ങ് പോയിട്ടോ, അയാൾ ഇപ്പൊ ഇല്ല, ഇട വാങ്ങി. ഇതൊക്കെ നമ്മളൊരു പ്രാചീനമായ ആദിമമായിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള സെൽഫിനെ കുറിച്ചുള്ള ചിന്തയാണ്. എന്തോ ഇറങ്ങി ഇവിടുന്ന് പോകുന്നു, കണ്ണിക്കൂടെ ജീവൻ പോകുന്നു, മൂക്കിക്കൂടെ ജീവൻ പോകുന്നു, വിട വാങ്ങി, നാട് നീങ്ങി. ഇതൊക്കെ ഈ ഭൂമി പരന്നതാണെന്ന് ചിന്തിച്ച കാലഘട്ടം തൊട്ടേ മനുഷ്യൻ ഈ ജീവനെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ്. അതായത് മരിക്കുന്ന മനുഷ്യന് ഇഷ്ടമല്ല. അപ്പം മരിച്ചു കഴിഞ്ഞാലും തന്നെ എന്തോ അതിജീവിക്കുന്നു എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഹരം കൊള്ളിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് ഈ ആത്മാവിൻ്റെയൊക്കെ ഒരു സങ്കല്പം തന്നെ വരുന്നത്. ആത്മാവായിട്ട് നിലകൊള്ളുന്നു. എന്നിട്ട് ചിലർ ഈ ഭയങ്കര ആത്മീയവാദികളുണ്ട്, അവർ പറയും ഞാൻ ഭയങ്കര ആത്മീയവാദിയാണ്, പക്ഷേ ഈ പ്രേതത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രേതം, യക്ഷി, വൈറ്റ് ആൻഡ് വൈറ്റ്, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഗീതയിൽ വിശ്വസിക്കും. ഈ ഗീതയും പ്രേതവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് ഇപ്പോൾ അടുത്തിടെ ഒരാളൊരു, അതായത് ആത്മാവുണ്ടെങ്കിൽ അലഞ്ഞു നടക്കുന്ന ആത്മാവ് ഉണ്ടാവുമല്ലോ, തൃപ്തിപ്പെടാതെ നടക്കുന്ന ആത്മാവ് ഉണ്ടാവില്ലേ. ആത്മാവ് ഉണ്ടെങ്കിലേ ഇത് രണ്ടും വർക്ക് ചെയ്യൂ. യക്ഷിയും വർക്ക് ചെയ്യണമെങ്കിൽ ആത്മാവ് വേണം. ഇതെല്ലാം ഒരു സാധനമാണ്, തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും പറയുന്നത് എന്തോ നമ്മൾ ഇറങ്ങി പോയി എന്നിട്ട് വേറൊരാളിൽ ചെന്ന് കയറും, ഇങ്ങനെ പോകും. പക്ഷെ നമ്മുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിപ്പോകാനും കയറിപ്പോകാനും ഒരു സാധനം ഇല്ല. അത് ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മാത്രമാണ്. അതിനപ്പുറം ഉണ്ട് ഇന്ന് പറച്ചിലല്ലാതെ ആരും ഒന്നും തെളിയിക്കുന്നില്ല. അങ്ങനെ ഒരാളിൽ നിന്ന് ഇരുന്ന് വേറൊരാളിലേക്ക് പോകുന്ന ഒരു സാധനം, ഇതൊക്കെ ഒരു കഥയാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്. ആ കഥ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ പോലും അല്ല ആ കഥ യഥാർത്ഥം. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഐ എം റെഡി ടു ഹാവ് മൈ ഓൺ ജീസസ് ബർത്ത്ഡേ. അപ്പം ഇത്രയും നേരം പല വിഷയങ്ങളും ഞാൻ പറഞ്ഞു. ഒന്ന് എമേഴ്സനെ കുറിച്ച് പറഞ്ഞു, റാൻഡി പോഷിനെ കുറിച്ച് പറഞ്ഞു, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഇവരെ മൂന്നുപേരെയും ജീവിതാഭിമുഖ്യങ്ങളെ ആശയങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം, കളയാം. പിന്നെ അവരെ വ്യൂസ് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, മോഡൽസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മളെന്താണ്, ഭ്രൂണം തൊട്ടുള്ള കാര്യങ്ങൾ, ബീജം എന്താണ്, അണ്ഡം എന്താണ്, അതിനുശേഷം ന്യൂറോളജിക്കലായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ്, ഇങ്ങനെ ബോധം ഉണ്ടാകുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ മരണസമയത്തുള്ള എക്സ്പീരിയൻസ്, നമ്മൾക്ക് പുറത്തു പോകുന്ന എക്സ്പീരിയൻസ്, എന്താണ് ബോധം, എന്താണ് സെൽഫ്, എന്താണ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിച്ചിരിക്കുന്നു. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.